ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ആസ്പിറൻസ് അക്കാഡമി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആലപ്പി പാലക്കാട് LDC 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതൊരു ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കിയില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഫ്രഷ് ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്നുള്ള രീതിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ എക്സാം കഴിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ ലൈവായിട്ടൊരെണ്ണം ഒരു എക്സാം അറ്റൻഡ് ചെയ്താലോ എന്ന് ആലോചിക്കുക. അതായത് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ നിങ്ങളുടെ കൂടെ ഇത് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ലൈവായിട്ട് ഇത് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. സന്യാത് സെന്നിൻ്റെ തത്വങ്ങൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സന്യാത് സെൻ്റെ തത്വങ്ങൾ ഏവ എന്ന് ചോദിക്കുമ്പോൾ ഏതാണ്? നമ്മുടെ ദേശീയത ഉണ്ട്, ജനാധിപത്യം ഉണ്ട്, സോഷ്യലിസം ഉണ്ട്, സ്വാതന്ത്ര്യം ഉണ്ട്. എന്തായാലും 3 വരും. ഈ സാധനത്തിൽ 3 എന്തായാലും നമ്മുടെ സന്യാത് സെന്നിൻ്റെ തത്വം എന്ന് പറയാം. അപ്പം ഈ ഡൗട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1, 2, 3 തന്നെയാണ് സന്യാത് സെൻ്റെ തത്വങ്ങൾ കേട്ടോ. ഈ 3 അറിയാവുന്നവർക്ക് ഇത് കിട്ടും. ദേശീയത, ജനാധിപത്യം, നമ്മുടെ സോഷ്യലിസം, ഇത് 3 സന്യാത് സെൻ്റെ തത്വങ്ങൾ കേട്ടോ. അപ്പോൾ ആൻസർ ചെയ്താൽ വരുന്ന ഓപ്ഷൻ സി 1, 2, 3. ഇനി മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇത് പറഞ്ഞതാര്? ജോൺ ലോക്ക്, തോമസ് പെയിന്, ജോർജ് വാഷിങ്ടൺ, ഹെൻറി കോർട്ട്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞതാരാണ്? ജോൺ ലോക്കല്ലേ? നമുക്ക് നോക്കാം. ചിലപ്പോൾ ഞാൻ എഴുതുന്നതിലും തെറ്റുണ്ടാവും. കാരണം ഈ ഡൗട്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ചെറുതായിട്ടൊരു ഡൗട്ടുണ്ട്. തോമസ് പെയിൻ അല്ലെങ്കിൽ ജോൺ ലോക്ക്. എന്തായാലും ജോൺ ലോക്ക് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. മനുഷ്യൻ ചില മൗലിക അവകാശങ്ങളുണ്ട്. അതെ, അത് ജോൺ ലോക്ക് തന്നെ ആകാനാണ് ചാൻസ്. ഇനി 1ാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത്? 1ാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ചത് നാങ്കിങ് ഉടമ്പടിയാണ് കേട്ടോ. നാങ്കിങ് ഉടമ്പടിയിലൂടെയാണ് 1ാം കറുപ്പ് യുദ്ധം അവസാനിച്ചത്. നമ്മുടെ അമേരിക്കൻ റവല്യൂഷനായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് ഈ 1ാം കറുപ്പ് യുദ്ധം. ഇനി വന്ദേ മാതരം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഉറുദു പത്രം, ബംഗാളി പത്രം, ഉറുദു മാസിക, ബംഗാളി മാസിക. വന്ദേ മാതരം എന്ന് പറയുന്നത് വന്ദേ മാതരം ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നല്ലേ? വന്ദേ മാതരം അത് ബംഗാളി പത്രമല്ലേ, മാസികയൊന്നും അല്ലല്ലോ അല്ലേ? ബംഗാളി പത്രം തന്നെ നോക്കാം കേട്ടോ. ബംഗാളി പത്രം എന്നാണ് വന്ദേ മാതരം എന്ന് ഞാൻ കൊടുത്തേക്കുന്നത്. നമുക്ക് ആൻസർ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലായിരുന്നത്? കേരള ദേശീയ പ്രസ്ഥാനം, അപ്പോൾ KPCC ആയിരിക്കും ഉദ്ദേശിച്ചില്ല. കേരള ദേശീയ കോൺഗ്രസ് ഇല്ല, അപ്പോൾ അതാണോ കേരള ദേശീയ പ്രസ്ഥാനം? AV കുട്ടിമാൾ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. AV കുട്ടിമാളുവമ്മ, T സുനന്ദാമ്മ, അക്കാമ്മ ചെറിയാൻ, ആനി മസ്ക്രി. കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാത്തത് ഈ T സുനന്ദാമ്മയാണ്. കാരണം ഈ AV കുട്ടിമാളുവമ്മയൊക്കെ മലബാറിൽ ഈ ഇതിനെ നയിച്ച ഒരാളാണ് AV കുട്ടിമാളുവമ്മ. പിന്നെ അക്കാമ്മ ചെറിയാൻ ഓഫ് കോഴ്സ് ഉണ്ടല്ലോ, ആനി മസ്ക്രീനും ഉണ്ട്. അപ്പോൾ പിന്നെ T സുനന്ദാമ്മ ആയിരിക്കും എന്നുള്ള രീതിയിൽ തന്നെ പോവാം. ഇനി UN ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത്? UN ഇപ്പോൾ എത്ര അംഗങ്ങളുണ്ട്? 193 കേട്ടോ. 193 അംഗങ്ങളാണ് ഇപ്പോൾ UN ഉള്ളത്. കൺഫ്യൂഷൻ ആവാം, ഈ ഒരു ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ആവാം. 193 എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെന്തായാലും ഇതൊന്ന് ലൈവായിട്ട് ചെയ്ത് നോക്കിയിട്ട് അവസാനം ഒന്നുകൂടെ വന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി റിമോട്ട് സെൻസിങ് സാങ്കേതികവിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന്? നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററും ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്ങും ഉണ്ട്. ഇതിൽ നാഷണൽ റിമോട്ട് സെൻസിങ്ങിൻ്റെ ആണെങ്കിൽ അത് ഹൈദരാബാദിലും, ഇനി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് ആണെങ്കിൽ അത് ഡെറാഡൂണും ആണ് കേട്ടോ. 2 ഓപ്ഷനിലുണ്ട്. ഇത് നാഷണലാണ് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ അത് ഹൈദരാബാദാണ്. ഇനി നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ഡാഷ്. അന്തരീക്ഷ പാളിയിൽ അടങ്ങിയിരിക്കുന്ന ജലാംശത്തെ നമ്മൾ ആർദ്രത എന്ന് വിളിക്കുന്നത്. പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവ് എത്രയാണ്? അതായത് പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവുണ്ട്, അതുപോലെ ലംബതലത്തിൽ നിന്നുള്ള ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവുണ്ട്. ഇതിൽ പരിക്രമ തലത്തിലാണെങ്കിൽ അത് 66.5 ഡിഗ്രി. ഇതൊക്കെ കറക്റ്റ് ആണ്. നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം എക്സാം ഹാളിൽ പോയിരുന്ന് കൺഫ്യൂഷൻ അടിക്കാൻ പാടില്ല. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ഒരു കോഡോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് വെക്കണം. കാരണം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വെറുതെ വായിച്ച് വിടുന്നവർക്ക് അത് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാം. അപ്പോൾ ഈ പരിക്രമണ തലം എന്ന് പറയുമ്പോൾ റെവല്യൂഷൻ അല്ല ഉദ്ദേശിക്കുക. അതായത് ഒരു വലിയൊരു പാത്തി കൂടി ഇങ്ങനെ കറങ്ങണമല്ലേ. അപ്പോൾ അവിടുത്തെ കോൺ ഇച്ചിരി വലുതാണെന്ന് ആലോചിച്ചാൽ മതി. 66.5 ഡിഗ്രി. ലംബ കോണെന്ന് പറയുമ്പോൾ ആ ഭൂമിയുടെ ലംബ കോണുള്ള ലംബ ഒരു ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും പരിക്രമണം ചെയ്യുന്നതിനെക്കാട്ടിലും ഷോർട്ട് ഡിസ്റ്റൻസ് ആയിരിക്കും ലംബ കോണുള്ളത്, ലംബ ദിശയിൽ ഇങ്ങനെ നോക്കുന്നത്. അങ്ങനെ ആലോചിച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ പരിക്രമണമായിരിക്കും ഏറ്റവും കൂടുതൽ 66.5 ഡിഗ്രിയാണ്.
ഇനി സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീൽ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് പെരിഹീൽ എന്ന പെരുത്ത് ഇഷ്ടം എന്ന രീതിയിൽ ആലോചിച്ചാൽ മതി, അത് ഡൗട്ടൊന്നും വരത്തില്ല. അപ്പോൾ എന്തായിരിക്കും, പരുത്ത് ഇഷ്ടമാണെങ്കിൽ അവർ രണ്ടുപേരും അടുത്ത് വരണമല്ലോ. അപ്പോൾ സൂര്യനും ഭൂമിയും അടുത്തടുത്തായി ഇരിക്കുന്നതിനാണ് നമ്മൾ പെരിഹീൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഇനി ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എങ്ങനെയും അറിയപ്പെടുന്നു. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഏതാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഏതാണ്? ഉഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ഡോൾഡ്രം മേഖലയാണ് ഈ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയൊക്കെ. ഇപ്പം ചോദിച്ചിരിക്കുന്ന എല്ലാം കൃത്യമായിട്ട് പഠിച്ച് പോയവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതൊക്കെ ഡൗട്ട് വരും, ഇതാണോ അതാണോ എന്നൊക്കെ ഡൗട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ദേശീയ ജലപാത നമ്പർ 4 ചോദിച്ചല്ലേ. 3 ആണെങ്കിലും നമ്മുടെ കേരളത്തിലൂടെ പോകുന്നതാണ്. പിന്നെ 1ഉം 2ഉം ഒക്കെ അറിയാം നമുക്ക്. 5ഉം അറിയാമല്ലോ. 5 എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നതാണ്. അപ്പോൾ ഇതിലൊന്നും വരാത്തവരണം നമുക്ക് നോക്കാം. ഹാൽദിയ അലഹബാദ് അല്ല. പിന്നെ കാക്കിനാട് പുതുച്ചേരി, അതെ കാക്കിനാട് പുതുച്ചേരി അല്ലേ നാഷണൽ ഹൈവേ നമ്പർ 4? അതേന്ന് തോന്നുന്നു. കൊല്ലം കോട്ടപ്പുറം എന്തായാലും അല്ല. ഇത് തന്നെയാണ്, കാക്കിനാട് പുതുച്ചേരിയാണ് നാഷണൽ ജലപാത നമ്പർ 4. ഇനി താഴെ പറയുന്നതിൽ നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത്. ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുക, മത്സരപരവും സഹകരണപരമായ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുക, പിന്നെ പോളിസി ഗൈഡൻസും നിർദ്ദേശങ്ങളും നൽകുക, പരിപാടികളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നതിന് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക. ഇത് ഗ്രാമതലത്തിലാണോ പദ്ധതികൾ തയ്യാറാക്കുന്നത്? നഗരതലത്തിലല്ലേ. നഗരതലത്തിൽ സുസ്ഥിരമായ പദ്ധതികൾ തയ്യാറാക്കുക, അങ്ങനെയാണ് ഈ നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട, അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. നഗരതലത്തിലാണ് ശരിക്കും പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ബാക്കിയെല്ലാം ഉണ്ടല്ലോ, പരിപാടികളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക. എനിക്ക് എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് നഗരതലങ്ങളിലാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടിക ഇനിയും പറയുന്ന ശ്രേണിയിൽ ശരിയായത്. 2004 ഒരു ലേറ്റസ്റ്റ് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഗോതമ്പും അരിയൊക്കെ നമ്മൾ വിചാരിക്കാത്തൊരു സ്റ്റേറ്റാണ് ഫസ്റ്റ് വന്നേക്കുന്നത്. തെലങ്കാനയാണ് കേട്ടോ. തെലങ്കാന നമ്മൾ എപ്പോഴും നമുക്ക് ടെൻഡൻസി ഉണ്ടാവില്ല വെസ്റ്റ് ബംഗാൾ, പക്ഷേ അല്ല, അരിയൊക്കെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് തെലങ്കാനയാണ്. അതുപോലെ ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇത് ഇവർ ഏതിലെ കണക്കാന്ന്? ഗോതമ്പ് മധ്യപ്രദേശ്. ഇത് ശരിക്കും ഇങ്ങനൊരു സംഭവം കണ്ടിട്ടില്ലല്ലോ. ഗോതമ്പ് എന്തായാലും പഞ്ചാബ് അല്ല. ആ ഒരു റിപ്പോർട്ട് അനുസരിച്ച് പഞ്ചാബ് എന്തായാലും ഫസ്റ്റ് അല്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ മധ്യപ്രദേശ്, ബീഹാർ ഇങ്ങനെയല്ല. 2024 റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഇതിൻ്റെ ആൻസർ ഇതിലില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നോക്കിയിട്ട് എന്തായാലും പറയുന്നതായിരിക്കും. ഇനി ഇന്ത്യൻ സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് എന്താണ്? ഞാൻ ഈ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾ ചാടിക്കയറി വീഡിയോ പോസ് ചെയ്തിട്ടൊന്നും പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് കൺഫേം ആക്കുന്നതായിരിക്കും ഏതാണ് ആൻസർ എന്ന് കേട്ടോ. ഇനി ഇന്ത്യൻ സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുക, വിദേശ ഇറക്കുമതി ആശ്രയിക്കുന്നത് വർദ്ധിപ്പിക്കുക, ബിസിനസ്സുകളിൽ സർക്കാർ നിയന്ത്രണം കുറയ്ക്കുക. ലക്ഷ്യമിടുന്നതല്ല ചോദിച്ചേക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ കാര്യങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ വിദേശ ഇറക്കുമതിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നൊക്കെയാണ്. അപ്പോൾ സി തെറ്റാണ്. ഇനി ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുക, ബി ശരിയാണ്. ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് വെച്ചിട്ട് ഓപ്ഷൻ ബി ആണ്, ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുക. ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നൊന്നും വരില്ലായിരിക്കും. ബി ആണ് തോന്നുന്നു ആൻസർ. ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുക. ഇനി ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഓക്കെ, ഹരിത വിപ്ലവം എന്ന് പറയുമ്പോൾ 1965. അപ്പോൾ അതിൽ 51, 56 എന്ന് പറഞ്ഞാൽ 1, അപ്പോൾ അതിൽ വരത്തില്ല. പിന്നെ 56, 61 ആണെങ്കിൽ 2 വരും. 61, 66 ആണെങ്കിൽ 3 വരും. അതായത് 3-ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്, തുടക്കം കുറിച്ചത്. ഇനി ഉദാരവൽക്കരണ നയത്തിന് കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏതൊക്കെയായിരുന്നു? ഉദാരവൽക്കരണമൊക്കെ നമ്മൾ കഴിഞ്ഞ വട്ടം
തൃശ്ശൂരിൻ്റെ സംഭവം എന്തായാലും ചോദിക്കാം. അതിനൊരു ക്വസ്റ്റ്യൻ ഉറപ്പാന്ന് വെച്ചിട്ട് ഫുൾ പഠിച്ചിട്ടൊക്കെ പോയത്, പക്ഷേ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഒന്നും വന്നില്ല. അതുപോലെ ജോഗ്രഫിയിൽ നിന്ന് വന്നത് കുറച്ച് ടഫായിട്ടുള്ള മറ്റേ നമ്മുടെ ഡെക്കാൻ ട്രാപ്പ് മേഖല, അതൊക്കെ NCERT ആണ് കേട്ടോ. ഡെക്കാൻ ട്രാപ്പ് മേഖലയെ പറ്റിയൊക്കെ ചോദിച്ചായിരുന്നു. ഇതിപ്പോൾ ഉദാരവൽക്കരണ നയത്തിൻ്റെ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരം നോക്കാം. വ്യാവസായിക, കാർഷിക, ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ. ഈ ഉദാരവൽക്കരണത്തിൽ കാർഷിക മേഖലയുമായിട്ട് ബന്ധമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും കാർഷികം വരത്തില്ല, എല്ലാത്തിലും കാർഷികം ഉണ്ടല്ലോ. അപ്പം വ്യവസായ, ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ മാത്രമേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. കാർഷിക ഉദാരവൽക്കരണം ഇല്ല. വ്യാവസായിക, ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്ത ഏതാണെന്ന്. ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തതോ? തൊഴിലില്ലായ്മ സർവേ. ഇതൊക്കെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ, സെറ്റിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 9ാം ക്ലാസ്സിൻ്റെ ജനസംഖ്യ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ജനസംഖ്യ എടുക്കുന്നതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ NSSO നടത്തുന്ന സർവേയുടെ ഭാഗമായിട്ട് ഇല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലേ. ഉപഭോക്തൃ ചെലവ് സർവേ ഒന്നും അവർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. തൊഴിലില്ലായ്മ സർവേ, ദേശീയ കുടുംബാരോഗ്യ സർവേ, ഉപഭോക്തൃ ചെലവ് സർവേ, സാമ്പത്തിക സെൻസസ്. ഓക്കെ, ഇതിലിപ്പോൾ 2 എനിക്ക് കൺഫ്യൂസ്ഡായി. തൊഴിലില്ലായ്മ സർവേ അവർ തന്നെ ആയിരിക്കും, NSS തന്നെ ആയിരിക്കും. സാമ്പത്തിക സെൻസസ് NSSO ഉണ്ടോ? അവർ ജനസംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട കണക്കെടുപ്പൊക്കെ NSS നടത്താറുണ്ട്. ദേശീയ സാമ്പിൾ സർവേ ഓഫീസ്. ഇത് എവിടെ ഇരിക്കട്ടോ, എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വന്ന് നോക്കാം. കുടുംബാരോഗ്യ സർവേ ഉണ്ടോ അതോ ഇതാ ഡൗട്ട് വന്നിരിക്കുന്നത് Bയിലും Cയിലും ആണ്. നോക്കാം. ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 2ാമത്തെ വലിയ ബാങ്കായി മാറിയത്? അതേതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ. ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കിൽ ഇപ്പോൾ സെക്കൻഡ് വന്നിരിക്കുന്നത് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞാൽ സെക്കൻഡ് വന്നിരിക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ് കേട്ടോ. പഞ്ചാബ് നാഷണൽ ബാങ്ക് തന്നെയാണ്. എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. ഇത് കഴിയട്ടെ. ഇനി താഴെ പറയുന്നവയിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം നൽകുന്നത്? അതേതാണ്? പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കുള്ള പോഷകാഹാരം ആണെങ്കിൽ അത് ജനനി ജന്മരക്ഷയാണ് കേട്ടോ. നിർഭയൊക്കെ അറിയാലോ, അത് ജനനി ജന്മരക്ഷ തന്നെയാണ്. പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ പ്രതിമാസ ധനസഹായം നൽകുന്നത്. ഇനി കല്ലൻ പുക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത്? കല്ലൻ പുക്കുടനൊക്കെ നമ്മുടെ SCERT ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. അത് കണ്ടൽക്കാടുകളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കല്ലൻ പുക്കുടൻ. ഇനി സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ജസ്റ്റിസ് ഹരിലാൽ J. കെനി ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ്. ശരിയാണ്. സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് AJ ദേശായി ആണ്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് AJ ദേശായി. തെറ്റാണ്. അതാണ് നമ്മുടെ DY ചന്ദ്രചൂഡാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. ശരിയാണ്. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് സുപ്രീം കോടതിയാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് 1ഉം 3ഉം എന്തായാലും ശരിയാണ്. 2 എന്തായാലും തെറ്റാണ്. അപ്പോൾ എന്താ ആൻസർ? ഓപ്ഷൻ C ആണ്. കാരണം ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കാൻ സുപ്രീം കോടതിക്ക് വേറെ പണിയുണ്ടല്ലോ. ഇവരുടെ എന്തിനാണ് മേൽനോട്ടം വഹിക്കുന്നത്? അത് ചിലപ്പോൾ ഹൈക്കോടതി ആയിരിക്കും മേൽനോട്ടം വഹിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല സുപ്രീം കോടതിക്ക്. ഓക്കെ, അപ്പോൾ 1ഉം 3ഉം ആണ്. അതെ, ഹൈക്കോടതി തന്നെയാണ് അവരുടെ മേൽനോട്ടം വഹിക്കുക. ഒരു സംസ്ഥാനത്തിൻ്റെ ജില്ലാ കോടതിയും കീഴ്ക്കോടതിൻ്റെയും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഹൈക്കോടതി തന്നെയാണ് അത് സംസ്ഥാനത്തിൻ്റെ. അപ്പോൾ ഇതിൽ 1ഉം 3ഉം ആണ് ശരി. ഇനി ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് ഏത് സംസ്ഥാനത്താണ്? ഈ സഞ്ജീവനി പദ്ധതി കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പക്ഷേ എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഈ സംസ്ഥാനത്താണ്. പക്ഷേ എനിക്കിത് കേരളം കുത്താൻ ഭയങ്കര ഒരു ടെൻഡൻസി. ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് കേരളം അല്ലേ? അതേ തോന്നുന്നു. നമുക്ക് നോക്കാം. ഇനി തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണെന്ന്? തെളിനീരൊഴുകും നവകേരള പദ്ധതി ഒക്കെ വായിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പഞ്ചായത്തുകളുടെ നേതൃത്വത്തിലുള്ള മഴക്കുഴി നിർമ്മാണം സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളിലെയും മലിനമുക്തമാക്കാൻ ജില്ലാ പഞ്ചായത്ത് നേതൃത്വത്തിൽ കുടിവെള്ള പദ്ധതി. ഖരമാലിന്യ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം. ഖരമാലിന്യ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനമൊന്നുമല്ല. ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള കുടിവെള്ള പദ്ധതി. തെളിനീരൊഴുകും
നവകേരളം പദ്ധതി അല്ലേ? ഭയങ്കര കൺഫ്യൂഷൻ, നോക്കിയിട്ട് വരാം. ഇനി ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിൻ്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്? ഒന്നായി മുന്നേറാം എന്നതല്ലേ? കുടുംബശ്രീ, ശുചിത്വ മിഷൻ, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, സാക്ഷരതാ മിഷൻ. ഒക്കെ വായിച്ചിട്ടുള്ളതുകൊണ്ട് ഒരു ഭയങ്കര ഒരു വിഷമം കിട്ടാത്തതുകൊണ്ട് ഒന്നായി മുന്നേറാം. ഒന്നായി മുന്നേറാൻ നമ്മുടെ ഇതാന്ന് തോന്നുന്നു അല്ലേ? കുടുംബശ്രീൻ്റെ അർത്ഥവാക്യം തോന്നുന്നു കേട്ടോ, ഒന്നായി മുന്നേറാം. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? രാജ്യസഭ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു, ശരിയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്, അപ്പോൾ ഇതിൽ അല്ലെന്നാണല്ലോ പറഞ്ഞേക്കുന്നത്, അപ്പോൾ രണ്ടെന്തായാലും തെറ്റാണ്. ഇനി രാജ്യസഭ അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്, അപ്പോൾ ഇതിൽ 2ഉം 4ഉം തെറ്റാണ്. ചോദിച്ചാൽ തെറ്റല്ലേ? 2ഉം 4ഉം ആണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻ ഇല്ലേ? രാജ്യസഭ സ്പീക്കർ എന്തായാലും ശരിയാണ്, അപ്പോൾ 1 വന്നേക്കുന്ന ഓപ്ഷനൊക്കെ നമുക്ക് കളയാം. അപ്പോൾ ബി അല്ലെങ്കിൽ സി വരും. ഇനി രാജ്യസഭ അംഗങ്ങൾക്ക് എത്രയാ? 5 വർഷം അല്ല, അംഗങ്ങൾക്ക് 6 വർഷമല്ലേ കാലാവധി? അപ്പോൾ അതും തെറ്റാ. ഓക്കെ, അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ് കേട്ടോ, ശരിയാ. അപ്പോൾ 2, 3, 4 ഇവിടെ ശരിയല്ലാത്തത് കേട്ടോ. ഓക്കെ, 5 വർഷ കാലാവധി ലോക്സഭയ്ക്കാണ്, രാജ്യസഭയ്ക്ക് 6 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. ഇനി ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെൻറ്റിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നതെന്ന്? ശ്രീ വി മുരളീധരൻ അല്ലേ? MP ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? നൈസ് ക്വസ്റ്റ്യൻ. എനിക്കറിയത്തില്ല അതിൻ്റെ ആൻസർ എന്താണ്. താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ, മുരളീധരൻ അവിടുത്തെ MP സ്ഥാനം രാജിവെച്ചിട്ടല്ലേ ഇവിടെ വന്നിട്ട് മത്സരിക്കാൻ ഇറങ്ങിയത്? വന്നില്ലേ? സോറി, അറിവില്ലായ്മ, അങ്ങനെ എന്തൊരു ഓർമ്മ കേട്ടോ. നോക്കാം. താഴെ പറയുന്നതിൽ അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം, ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള അവകാശം, സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം. അപ്പോൾ ഇതിൽ രാഷ്ട്രീയ അവകാശങ്ങൾ ഗണത്തിൽ പെടുന്നത് ഏതൊക്കെയാണ്? ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുകയുണ്ട്, ഗവൺമെൻറ്റിനെ വിമർശിക്കുകയുണ്ട്, പിന്നെ സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഈ സാർവത്രിക പ്രായപൂർത്തിയും കൂടെ ചേർത്തുകൊണ്ട് ചെറിയൊരു ഡൗട്ട്. കാരണം ഇതിന് എന്താ ആർട്ടിക്കിൾ 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണല്ലേ. പക്ഷേ വോട്ടവകാശം എന്നതൊരു രാഷ്ട്രീയ അവകാശം കൂടിയാണ്, അത് നമ്മുടെ ഇതിനകത്തിലുണ്ട്. എന്തായാലും 1, 2, 4 കൊടുത്തേക്കാം കേട്ടോ. അങ്ങനെ ഒരു സാധനം എന്തെങ്കിലും രാഷ്ട്രീയ അവകാശത്തിലുണ്ടല്ലോ. ഇനി പ്രായപൂർത്തി, സാർവത്രിക പ്രായപൂർത്തി എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് ഇനിയിപ്പോൾ അത് വരുമോ എന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇത് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നു. എന്നാലും 1, 2, 4 കൊടുത്തേക്കാം. ഇനി ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെൻറ്റിൻ്റെ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഉദ്യോഗസ്ഥ വൃന്ദം നീതിന്യായം, കാര്യനിർവഹണം, നിയമനിർമ്മാണം, രാജ്യസുരക്ഷ. കാര്യനിർവഹണം എക്സിക്യൂട്ടീവ് വിഭാഗത്തിലാണ് ഉദ്യോഗസ്ഥ വൃന്ദമൊക്കെ വരുന്നത്. പ്രൈം മിനിസ്റ്റർ, മന്ത്രിസഭ, പ്രസിഡന്റ്, പിന്നെ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദമൊക്കെ ഇതിൽ വരുന്നതാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശത്തിൻ്റെ ഗണത്തിൽ ഉൾപ്പെടാത്തത് ഏതെന്ന്? ആ രാജ്യത്തിൻ്റെ കരമേഖല, ആ രാജ്യത്തിൻ്റെ വായുമേഖല, ആ രാജ്യത്തിൻ്റെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈലിനപ്പുറമുള്ള സമുദ്രമേഖല, ആ രാജ്യത്തിൻ്റെ തീരപ്രദേശം. ആ രാജ്യത്തിൻ്റെ കരമേഖല, വായുമേഖല, ആ രാജ്യത്തിൻ്റെ തീരപ്രദേശം വരും. അപ്പോൾ ഏതായിരിക്കും? ആ രാജ്യത്തിൻ്റെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽ, അതായത് ശരിക്കും ഒരു 12 മീറ്റർ ആണോ? അല്ല, 12 കിലോമീറ്റർ. 2 വാല്യൂസ് ഉണ്ട്, 12 ഉണ്ട്, 22 ഉണ്ട്. അതിൽ നോട്ടിക്കൽ മൈൽ ഏതാ, കിലോമീറ്റർ ഏതാണെന്ന് ഇപ്പോൾ ഡൗട്ടായി. ഡൗട്ട് കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഡൗട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിപ്പം എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് എത്ര 2, 3, 4, 5 ദിവസമായില്ലേ, ഒന്നും പഠിച്ചിട്ടില്ലെന്ന് വെച്ചാൽ ഒന്നും പഠിച്ചിട്ടില്ല. പഠിക്കാൻ എങ്ങനെ എവിടെ തുടങ്ങണമെന്നൊരു പിടുത്തമില്ല. എന്നാൽ പിന്നെ ഇങ്ങനെ തന്നെ തുടങ്ങിയേക്കാന്ന് വെച്ചിട്ടാണ് ഈ പേപ്പർ എടുത്തത്. അപ്പോൾ ഒടുക്കത്തെ കൺഫ്യൂഷൻ നോക്കാം. രാജ്യത്തിൻ്റെ അതായിരിക്കും ഇനത്തിൽ തെറ്റായിട്ടുള്ളത് കേട്ടോ. കാരണം ബാക്കിയൊക്കെ ഇതിൻ്റെ വരുന്നതാണല്ലോ. അപ്പോൾ ഇതായിരിക്കും തെറ്റാ. രാജ്യത്തിൻ്റെ വായുമേഖലയൊക്കെ ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം അല്ലേ, ഭൂപ്രദേശത്തിൽ വരുമോ? ആ രാജ്യത്തിൽ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽ. ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടാനാവാത്തതെന്ന്? ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടാനാവാത്തത് ഭൂപ്രദേശം, ജനാധിപത്യം, ജനങ്ങൾ, പരമാധികാരം. ഇതിലേതായിരിക്കും അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടാൻ പറ്റാത്തത്? അത് നമ്മുടെ ഭൂപ്രദേശമായിരിക്കും കേട്ടോ. ബാക്കിയുള്ള അടിസ്ഥാന ഘടകമാണല്ലോ.
ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആരാണെന്ന്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അപ്പം ശ്രീ പിണറായി വിജയനാണ്. ഇനി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധമില്ലാത്ത വസ്തുക്കൾ ഏതെല്ലാം? 18 വയസ്സ് തികഞ്ഞ സ്ത്രീ പുരുഷന്മാർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കാളികളാവാം. ശരിയാണ്. ഗ്രാമീണ മേഖലയിലെ വിദഗ്ധ തൊഴിലാളികളെയാണ് ഇത് ലക്ഷ്യം വെക്കുന്നത്. വിദഗ്ധ തൊഴിലാളികളെ ഒന്നുമല്ല, സെമി സ്കിൽഡ് അൺസ്കിൽഡ് ലേബേഴ്സ് അവരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ടെന്തായാലും തെറ്റാണ്. ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 എന്നുള്ള ഓപ്ഷനെല്ലാം എടുത്ത് കളഞ്ഞു. ഒന്നെന്തായാലും ഇല്ല. ഒന്നെന്തായാലും ശരിയാണ്. അപ്പോൾ അതെന്തായാലും വരില്ല. പിന്നെ ഗ്രാമീണ മേഖലയിലെ വിദഗ്ധ തൊഴിലാളികളെയാണ് ഇത് ലക്ഷ്യം വെക്കുന്നത്. രണ്ടെന്തായാലും തെറ്റാണ്. പക്ഷേ ഓപ്ഷനിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. ഗ്രാമീണ മേഖലയിൽ തൊഴിൽ ലഭ്യമല്ലെങ്കിൽ അടിസ്ഥാന തൊഴിലില്ലായ്മ ആനുകൂല്യം നൽകേണ്ടതില്ല. ഒരു സാമ്പത്തിക വർഷത്തിൽ 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പ് നൽകുന്നു. അപ്പോൾ ഇതിൽ ബന്ധമില്ലാത്തതന്നല്ലേ? അതെ, 1, 4 എന്തായാലും ശരിയാണ്. അപ്പോൾ ഇതിൽ എന്താണ് ആൻസർ വരുന്നത്? ഇതിൽ ആൻസർ ഇല്ലേ? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധമില്ലാത്ത വസ്തുക്കൾ ഏതെല്ലാം? ഇതിൽ ആൻസർ ഇല്ല ഗൈസ്. 18 വയസ്സ് തികഞ്ഞ സ്ത്രീ പുരുഷന്മാർക്ക് തൊഴിലുറപ്പ് പദ്ധതികൾ പങ്കാളികളാവാം. ശരിയാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പ് നൽകുന്നു. ശരിയാണ്. ഗ്രാമീണ മേഖലയിലെ വിദഗ്ധ തൊഴിലാളികളൊന്നും വേണ്ട, അതാണ് തെറ്റ്. ശരിക്കും ഗ്രാമീണ മേഖലയിൽ തൊഴിൽ ലഭ്യമല്ലെങ്കിൽ അടിസ്ഥാന തൊഴിലില്ലായ്മ ആനുകൂല്യം നൽകേണ്ടതാണ്. തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഇതിൽ ആൻസർ ഇല്ല. അതാണ് എൻ്റെ ഒരു നിഗമനം. ഇനി DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കഴ്സ് എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച ബുക്ക് ഏതാണത്? നിശബ്ദ വസന്തമാണ്, സൈലന്റ് സ്പ്രിംഗ് ആണ് കേട്ടോ. 1972 നമ്മുടെ ഈ പുസ്തകം പുറത്തിറങ്ങിക്കഴിഞ്ഞ് 72 DDT അമേരിക്കയിൽ നിരോധിക്കുകയൊക്കെ ചെയ്തു. ഇനി മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കാം. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം കാഴ്ചവെക്കുന്ന 2 WBC ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്? ഏതൊക്കെയാണ്? മോണോസൈറ്റും ന്യൂട്രോഫിലും ആണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞ പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. ഇനി പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺവെൻഷൻ്റെ പേരെന്താണ്? പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കാൻ വേണ്ടി മഹാരാഷ്ട്രയിൽ വരുന്ന കൺവെൻഷൻ സെൻറ്റർ അല്ലേ? റോപ്പാർ വെറ്റ്ലാൻഡ്, അറ്റ്പാടിയ, ബിലാസ്പൂർ, ടിക്കോണിയ. ഈ അറ്റ്പാടി എവിടെയോ കേട്ടിട്ടുണ്ട്. അറ്റ്പാടി ഇത് CE ആണെന്ന് തോന്നുന്നല്ലേ? കേട്ടിട്ടുണ്ട്. പക്ഷേ സംഭവം അറ്റ്പാടി നമുക്കൊന്ന് കൊടുത്തു നോക്കാം, കാരണം ഇത് കേട്ടിട്ടുള്ളൊരു വാക്കായതുകൊണ്ട് അതൊന്ന് കൊടുത്തു നോക്കാം. ഇനി പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായ WHO 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിൻ്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിവേഴ്സിറ്റിയാണ് നിയോഗിച്ചതെന്ന്? എന്നിട്ട് പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായ WHO 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിൻ്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച്, ഓക്കെ, ഇതിൻ്റെ കീഴിൽ ഏത് യൂണിവേഴ്സിറ്റിനാണ് നിയമിച്ചതെന്ന്? അത് നമ്മുടെ ഹൈദരാബാദ് അല്ലല്ലോ, ഒരു നിംഹാൻസ് അറിയായിരുന്നു. ഇതിലേത് ആൻസർ ആയത് അറിയില്ല കേട്ടോ. ചിലപ്പം വേണ്ട, റിസ്ക് എടുക്കേണ്ടത്, ഇത് അറിയില്ല ആൻസർ. ഇനി മസ്തിഷ്കത്തിൽ ഡോപ്പമീൻ എന്ന നാഡീയ പ്രേക്ഷണത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ശരീരത്തിൽ വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീര തുലനനില നഷ്ടമാവുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു. ഇത് ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണത്? പാർക്കിൻസൺ ആണ് കേട്ടോ. അയ്യോ, പാർക്കിൻസൺ ആണോ അതോ അപസ്മാരമാണോ? ഡോപ്പമീൻ പാർക്കിൻസൺ തന്നെയാണ്. പാർക്കിൻസൺ ആണ്. ഡോപ്പമീൻ്റെ കുറവാണല്ലോ, അപ്പോൾ അത് പാർക്കിൻസൺ തന്നെയാണ്. ഇനി താഴെ പറയുന്നവയിൽ തൊഴിൽജന്യ രോഗമല്ലാത്തേത്? സിലിക്കോസിസ്, സോറിയാസിസ്, ന്യൂമോണിയോകോണസിസ്, ആസ്ബെസ്റ്റോസ്. തൊഴിൽജന്യ രോഗമല്ലാത്തത് ഏത്? സിലിക്കോസിസും ന്യൂമോണിയോകോണസിസും പിന്നെ നമ്മുടെ ആസ്ബെസ്റ്റോസ് ഒക്കെ ഉണ്ട്. സോറിയാസിസ് സ്കിന്നിന് വരുന്ന പ്രശ്നമല്ല, അത് തൊഴിൽ സംബന്ധമായിട്ടുള്ളതല്ല. ഇനി സ്ഥൂല തത്വങ്ങൾ ഏതല്ല? സ്ഥൂല ധാതുക്കൾ ഏതല്ല? സ്ഥൂല മീൻസ് മൈക്രോ ന്യൂട്രിയൻസ്, ഇതൊക്കെ ഇതിലേതാണെന്ന്? ഇതിനെപ്പറ്റി മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ കേട്ടിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് കൂടുതൽ വേണ്ടത് ഏതാ, കുറവ് വേണ്ട ഏതാന്നുള്ള രീതിയിൽ കേട്ടിട്ടുണ്ട്. ഒരു മിനിറ്റ്. പക്ഷേ അത് ഏതാണെന്ന് കൃത്യമായി പഠിച്ചൊന്നും വെച്ചിട്ടില്ല. അതൊരു മിസ്റ്റേക്കാണല്ലോ നമ്മുടെ. ഓക്കെ, അതിനെപ്പറ്റി വലിയ ധാരണയില്ല. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയോ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏത്? അതാണ് ഏത്? സ്നേഹപൂർവ്വം കേട്ടോ. ഇനി ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വമാണ് ഇത് എല്ലായിടത്തും ചോദിക്കാറുള്ളത് അല്ലേ? പാസ്കൽസ് നിയമമാണ്. ഇത് കഴിഞ്ഞ നമ്മുടെ തൃശ്ശൂർ ചോദിച്ചിരുന്നു.
ചോദിച്ചല്ലോ. ഹൈഡ്രോളിക് ലിഫ്റ്റ് അല്ല, ഹൈഡ്രോളിക് ജാക്ക് ചോദിച്ചിരുന്നു അല്ലേ. നൈസ്. ഇനി ചന്ദ്രയാൻ 3 ലാൻഡർ. ഓ മൈ ഗോഡ്, നമുക്ക് ചോദിച്ചത് നേരെ തിരിച്ചാണ് ചോദിക്കുന്നത്. ചന്ദ്രയാൻ 3 റോവറാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്, പ്രഗ്യാൻ. ഇത് ചന്ദ്രയാൻ 3 ലാൻഡർ ചോദിച്ചേക്കുന്നത്, വിക്രം. ആര്യഭട്ട, രംഭ, അതിലും ആദിത്യ, രംഭ, അതൊക്കെ ആയിരുന്നു തോന്നുന്നു ഓപ്ഷൻസ്. വിക്രമൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ടുണ്ട്. ഇനി ലോ ഓഫ് ഇനേഴ്ഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഏതാണ്? ലോ ഓഫ് ഇനേഴ്ഷ്യ എന്നറിയപ്പെടുന്ന 1ാം ചലന നിയമമാണ് കേട്ടോ. ഇനി പ്രകാശരശ്മി ഒരു പ്രസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം ഏതാണെന്ന്. അതാണ് ഏത്? അപവർത്തനം, വിസരണം, പ്രതിഫലനം, പൂർണ്ണാന്തര പ്രതിഫലനം. പൂർണ്ണാന്തര പ്രതിഫലനമല്ലേ? പ്രകാശരശ്മികൾ ഒരു പ്രസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി, ശരിക്കും 7 വർണ്ണങ്ങളായിട്ട് മാറുന്നത് ഓപ്ഷനിലുണ്ടോ? അത് ശരിക്കും ഏതാണ്? പ്രകീർണനല്ലേ? അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. പ്രകീർണനമാണ് ശരിക്കും. 3 വർണ്ണങ്ങളായി മാറുന്നത് പ്രകീർണമാണ്. പിന്നെ അതിനകത്തിൽ പൂർണ്ണാന്തര പ്രതിഫലനം നടക്കുന്നുണ്ട്. ഓക്കെ, 7 വർണ്ണങ്ങളായി മാറുന്നത് പക്ഷേ പ്രകീർണം തന്നെയാണ് കേട്ടോ. വേണമെങ്കിൽ പൂർണ്ണാന്തര പ്രതിഫലനം ഇടാം. അതിനകത്ത് കയറിയിട്ടത് പൂർണ്ണാന്തര പ്രതിഫലനം തന്നെയാണ് അത് കാണിക്കുന്നത്. ഇനി ട്രെയിൻ 8 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏതാണെന്ന്. ജനശതാബ്ദി, കേരള എക്സ്പ്രസ്, വന്ദേ ഭാരത് എക്സ്പ്രസ്, രാജധാനി. ഭയങ്കര സിമ്പിളായിപ്പോയല്ലേ ഓപ്ഷൻ പറയുമ്പം. വന്ദേ ഭാരതിനാണ് ഈ ട്രെയിൻ 8 എന്നറിയപ്പെടുന്നത്. മോസ്റ്റ് സ്പീഡിൽ പോകുന്ന ട്രെയിൻ അല്ലേ, അതുകൊണ്ടാണ് ട്രെയിൻ 8 എന്നായിരുന്നു ആദ്യകാലം നാമം. പിന്നെ അതിൻ്റെ പേര് മാറ്റിയതാണ് വന്ദേ ഭാരതാക്കി. ശാസ്ത്രജ്ഞനും അവർ മൂലങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും ശരിയായി തിരഞ്ഞെടുക്കാൻ. ഹെൻറി മോസ്ലി ഉണ്ടല്ലേ, ലാസ്റ്റ് മോഡേൺ പീരിയോഡിക് ടേബിളിലെ ഫാദറാണ്. അപ്പോൾ അങ്ങേര് എങ്ങനെയാണ് നമ്മുടെ അറ്റോമിക് നമ്പർ എന്നുള്ള രീതിയിലാണ് ചെയ്തത്. അപ്പോൾ 1C ആണ്. അപ്പോൾ ബിയും ഡിയും മാത്രം നോക്കിയാൽ മതി. 2 മെൻ്റലീവ് ആണെങ്കിൽ ഏതാ? ത്രികങ്ങൾ എന്നാണ്. മെൻ്റലീവ്സ് ലോ ഓഫ് ട്രയാഡ് അല്ലേ? യെസ്. അപ്പം മെൻ്റലീവ്സിൻ്റെ ലോ ഓഫ് ത്രികങ്ങളാണ്. ന്യൂലാൻഡ്സ് ഒക്ടേവരും. ഡൊബേ റെയ്നർ ആണെങ്കിൽ അങ്ങനെയല്ല, തെറ്റിപ്പോയി. മെൻ്റലീവിൻ്റെത് അറ്റോമിക് മാസ് വരും കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. മെൻ്റലീവ്സ് ആണ് അറ്റോമിക് മാസ്. ഡൊബേ റെയ്നർ ആണ് ത്രികങ്ങൾ. ഡൊബേ റെയ്നർ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് കിട്ടി. ഡൊബേ റെയ്നർ ആണ് ലോ ഓഫ് ത്രികങ്ങൾ അല്ലെങ്കിൽ ട്രയാഡ്സ് എന്നറിയപ്പെടുന്നത്. ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ് ആണ്. അപ്പോൾ കറക്റ്റാണ് കേട്ടോ, ഓപ്ഷൻ ഡി ആണ്. താഴെ നൽകിയിരിക്കുന്ന ഗ്രാഫുകളിൽ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തത്? ബോയിൽ നിയമം എന്ന് പറയുന്നത് ഏതാണ് അനുസരിക്കാത്തതല്ലേ? നല്ല ക്വസ്റ്റ്യനാണ്. ബോയിൽ നിയമം എന്ന് പറയുന്നത് നമ്മുടെ പ്രഷർ കൂടുന്നതനുസരിച്ച് എന്തിലാട്ടെ പി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആണ് ബോയിൽസ് ലോ പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എന്താ? പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി ആണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയില്ലേ? ഇതാണ് ഇതിൽ യോജിക്കാത്ത ഓപ്ഷൻ. ഡി ആണ് ആൻസർ കേട്ടോ. ഇതാണ് യോജിക്കാത്തത്. പിന്നെ പി വി ഇസ് എ കോൺസ്റ്റൻറ്റ്. അത് ഈ വി നമുക്ക് ഇങ്ങോട്ടേക്ക് ഇട്ടാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 എന്ന് വരും. അപ്പോൾ പി വി എന്ന് പറയുന്നത് എൻ്റെ വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയാണ് ഈ ഓപ്ഷൻ എ വന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പി 1/വിക്കാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതും ശരിയാണ്. പിന്നെ ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകും. ഇതെന്തായാലും ബന്ധപ്പെട്ടല്ല. പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി അല്ല. അപ്പോൾ ഇതാണ് ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെ വലുതായിട്ട് കുഴഞ്ഞൊക്കെ സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നാം. ബിക്കോസ് എനിക്ക് നല്ലൊരു പണിയിട്ടിട്ട് ബാംഗ്ലൂരൊക്കെ ഒന്ന് പോയി അടിച്ചു വിളിക്കാൻ വേണ്ടി പോയി. ചെറുതായിട്ടൊരു പണിയിട്ടിട്ടൊക്കെ ഇരിക്കുക. ആശുപത്രിയിൽ പോയി വന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പഠിത്തം ആരംഭിക്കാഞ്ഞത് തന്നെ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴാണ് ചെറുതായിട്ടെങ്കിലും ഒന്ന് റെഡിയായത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട് പോകാം. ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാഢ ആസിഡുകൾ ചേർന്നാണ് അക്വാറേജ് ലഭിക്കുന്നത്? നല്ല ക്വസ്റ്റ്യനാണ്. തെറ്റിക്കാനും പറ്റിയ ക്വസ്റ്റ്യനാണ്. അക്വാറേജിൽ HCl-ഉം HNO3 ആണ്. അതിൽ 3 HCl-ഉം 1 HNO3 ആണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. 3 HCl-ഉം 1 HNO3 ആണ്. ഇനി ആധുനിക ആവർത്തന പട്ടികയിലെ അറ്റോമിക് നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിൻ്റെ പേരെന്താണെന്ന്. അതേതാണ്? ഓർഗനസൺ ആണ് കേട്ടോ. 118 ഓർഗനസണിൻ്റെ അറ്റോമിക നമ്പർ. ഓർഗനസൺ ആണത്. നമ്മുടെ ഹാലജൻ ഗ്രൂപ്പിൽ വരുന്നതാണ് ഈ ഓർഗനസൺ. ഇനി ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാലോ, കാഠിന്യമുള്ള ലോഹം ഓസ്മിയത്തിനാണ് സാന്ദ്രത കൂടുതൽ. മെർക്കുറി പിന്നെ അറിയാലോ, ലിക്വിഡായിട്ടുള്ള മെറ്റലാണ്. ക്രോമിയം എന്തായാലും വരില്ല, അതിനങ്ങനെ ഒരു ആവശ്യമില്ല. ഇറിഡിയവും വരില്ല. ഇറിഡിയത്തിനൊക്കെ ബോയിലിംഗ് പോയിൻ്റ് ഒക്കെ കൂടുതൽ ചോദിക്കുമ്പോൾ മഴവിൽ ലോഹം എന്നൊക്കെ പറയുമ്പോൾ ഇറിഡിയമാണ്. അപ്പോൾ ഓസ്മിയം തന്നെ ആയിരിക്കും.
സാന്ദ്രത കൂടുതൽ ഓസ്മിയത്തിനാകുമ്പം കാഠിന്യം എന്നുള്ള രീതിയിൽ പോയതാണ് കേട്ടോ, നോക്കാം എന്തായാലും. അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ ഏതാണ്? അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം അല്ല, ഫീച്ചർ സിനിമ, അതായത് സിനിമ വിഭാഗമായിരിക്കും ഉദ്ദേശിച്ചത്. ഓപ്പൺ ഹീമർ ആട്ടോ, ക്രിസ്റ്റഫർ നോളൻ്റെ ഓപ്പൺ ഹീമർ, അത് തന്നെ ആയിരിക്കും ഉദ്ദേശിച്ചത്. ഇനി ഗബ്രിയൽ ഗാർസിയ മാർക്കോസിൻ്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ നോവലാണ് അൺടിൽ ഓഗസ്റ്റ് കേട്ടോ, അൺടിൽ ഓഗസ്റ്റ്. ഇത് പഠിച്ച ഓഗസ്റ്റ് സമയത്താണല്ലോ മിക്കവാറും നമുക്ക് ഓൺ എക്സാംസ് ഒക്കെ വരുന്നത്, അപ്പം മാർക്കൊക്കെ കിട്ടുമല്ലോ. അപ്പം മാർക്കോസിൻ്റെ ആണ് അൺടിൽ ഓഗസ്റ്റ് എന്ന രീതിയിൽ പഠിച്ചു വെച്ചതാണ്. ഇനി രചയിതാക്കളെയും രചനകളുടെയും ചേരുമ്പടി ചേർക്കുക. രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ, സുഭാഷ് ചന്ദ്രൻ, കാളിദാസൻ. ഋതുസംഹാരം, പറുദീസ നഷ്ടം, കുചേലവൃത്തം, ഘോഷയാത്ര. ഓക്കെ, നമുക്ക് ചോദിച്ച ഒരു സാഹിത്യം പോലെ തന്നെ ഇവർക്കും അങ്ങനെ ഒരു സാഹിത്യം ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിലെന്തായാലും കുഞ്ചൻ നമ്പ്യാർ ഘോഷയാത്രയാണ് മോഹിനിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയതാണെന്ന് അറിയാം. 2D ആണ് ആൻസർ വരുന്നത്. ഭാഗ്യം, അങ്ങനെ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം രാമപുരത്ത് വാര്യർ നോക്കാണ്ട് പറയട്ടെ. രാമപുരത്ത് വാര്യർ അയ്യോ ഇതിലേതാ അറിയില്ല. ഓക്കെ, അപ്പോൾ 1C ആണ്, കുചേലവൃത്താണ് രാമപുരത്ത് വാര്യർ. 2 കുഞ്ചൻ നമ്പ്യാർ ഘോഷയാത്രയാണ്. 3 സുഭാഷ് ചന്ദ്രനാണെങ്കിൽ പറുദീസ നഷ്ടം അല്ലേ. 4 കാളിദാസനാണെങ്കിൽ ഋതുസംഹാരം. കാളിദാസൻ ഋതുസംഹാരം കേട്ടിട്ടുണ്ട്. ഓക്കെ. ഇനി ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ്ണ നേട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരം എത്രയാണോ? ടോക്കിയോ ഒളിമ്പിക്സിലല്ലേ, അത് 88.58 അല്ലേ? അതേന്ന് തോന്നുന്നു. ടോക്കിയോ ഒളിമ്പിക്സ് നീരജ് ചോപ്ര ജാവലിൻ ത്രോ 88 87 ഇത് രണ്ടിലേതോ 87.58 ഫൈനൽ ഉറപ്പിച്ചു. 87.58 തെറ്റിയ ഒരു നെഗറ്റീവ് പോട്ടെ. ഇനി ഋഷ്യശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചതായിരുന്നു. നൈസ്, ഋഷ്യശൃംഖനും അലക്സാണ്ടറും. എൻ്റെ പള്ളി, എനിക്കറിയില്ല. താഴെ നൽകിയിരിക്കുന്നവയിൽ എസ് കെ പൊറ്റക്കാടിൻ്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏതാണ്? എസ് കെ പൊറ്റക്കാടിൻ്റെ അല്ലേ. വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എൻ്റെ വഴിയമ്പലങ്ങൾ. ഇതല്ലേ ഓപ്ഷൻ എ അല്ലേ? സർഗസംഗീതം ആയിഷയൊക്കെ വയലാറിൻ്റെയാണ്. ആയിഷ നാടൻ പ്രേമം അത് ബഷീറിൻ്റെ ആണ്. അപ്പോൾ എന്തായാലും ബി വരത്തില്ല. സർഗസംഗീതം കേട്ടിട്ടുണ്ട്, ആരുടെയും ഓർമ്മയില്ല. അതും വയലാറിൻ്റെ ആണോ? മേഘഛായ ആയിഷ വീണ്ടും വന്നു, വയലാർ. അഗ്നിശലഭങ്ങൾ ഇതാരുടെയായിരുന്നു? എസ് കെ പൊറ്റക്കാട് തന്നെയാണോ? ഏണിപ്പടികൾ എന്തായാലും തകഴീൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ തന്നെയാണ് കേട്ടോ. വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എൻ്റെ വഴിയമ്പലങ്ങൾ. ഓക്കെ, നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കുറേയൊക്കെ കേട്ടിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ബുക്കുകൾ തന്നെയാണ്, കുറേയൊക്കെ കേട്ടിട്ടുള്ളതായതുകൊണ്ട് കണ്ടുപിടിക്കാം. ഇനി നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലുവാൻ നാക്കിനു കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ. ഈ വരികൾ രചിച്ച കവിയാര്? ഓഫ്, നൈസ്, കേട്ടിട്ടില്ല കേട്ടോ. നന്മകൾ കേട്ടത്, ഞാൻ വരികളൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഈ വരികളൊന്നും പഠിച്ചിട്ടില്ല. നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ എന്നോ അറിയില്ല. അടുത്ത, ഒരു വയർലെസ് റൂട്ടിൻ്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുന്നതെന്ന്? പരിധി വിപുലീകരിക്കണം അല്ലേ, അപ്പോൾ അത് റിപ്പീറ്റർ. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണെന്ന്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ അത് ഗൂഗിൾ ക്രോം അല്ലേ? യെസ്, ഓഫ് കോഴ്സ് ഗൂഗിൾ ക്രോം ആണ്. ഇനി സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗം ഏത്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കുകൂട്ടൽ നടത്തുന്നതിനോട് ഇതൊക്കെ ഗ്രാഫ്സ്, ഫങ്ഷൻസ്, മാത്തമാറ്റിക്കൽ പാക്കേജ്, ബ്ലോക്സ്. ഈശ്വര, മാത്തമാറ്റിക്കൽ പാക്കേജ് ആവണേ. നോക്കാം നമുക്ക്. ഒരു നെറ്റ്വർക്ക് ഹബിൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഹബ് അല്ലേ? ഓഫ് കോഴ്സ്. ഡേറ്റ പാക്കറ്റുകൾ സ്വീകർത്താവിന് മാത്രം അയക്കുന്നു, തെറ്റാണ്. എല്ലാവർക്കും അയക്കുന്നുണ്ട്, എന്നിട്ട് അവർ ആരാണോ അത് വേണ്ടത് അവർ സ്വീകരിക്കുന്നു, അത്രേ ഉള്ളൂ. ഹബിനൊരു ഇൻപുട്ട് പോർട്ടും ഒരു ഔട്ട്പുട്ട് പോർട്ടുമാണ് ഉള്ളത്. അപ്പോൾ രണ്ടെന്നാലും തെറ്റാണ് കേട്ടോ. ഇത് ശരിയായിട്ടുള്ള ചോദിച്ചേക്കുന്നത് 1 മാത്രം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, 1 3 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഹബിനൊരു ഇൻപുട്ട് പോർട്ടും ഔട്ട്പുട്ട് പോർട്ടും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവം തമ്പുരാൻ അറിയാം. ഉണ്ടോ? ഇൻപുട്ട് പോർട്ട് ഉണ്ടോ ശരിക്കും? അങ്ങനെ കേട്ടിട്ടില്ലല്ലേ. അതായത് ഹബിലോട്ട് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റുമായിരിക്കും അല്ലേ? ഉണ്ടാവും. ഹബിലോട്ട് മെസ്സേജ് വരുമ്പോഴാണല്ലോ പിന്നെ ഹബ് വേണ്ടവർക്ക് കൊണ്ട് കൊടുക്കുക. അങ്ങനെ നോക്കുമ്പോൾ 1 3 ശരിയായിരിക്കും. അടുത്ത,
ഒരു പോയിൻറ്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം ഏതാണ്? എല്ലാവർക്കും അറിയുന്നതല്ലേ അല്ലേ? മൗസാണിത്. ഇനി നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷന് ചുമത്താവുന്ന പരമാവധി ശിക്ഷ മാക്സിമം ആണ് ചോദിച്ചേക്കുന്നത് 25,000 കേട്ടോ. അതായത് എത്ര 250 മുതൽ 25,000 വരെയാണ് കൊടുക്കുക. അതിൽ പരമാവധി മാക്സിമം ചോദിച്ചപ്പോൾ 25,000. അവർക്ക് 250 കൂടി ഇടായിരുന്നു. കാരണം പരമാവധി ഒന്നും ചില ആൾക്കാരൊന്നും വായിക്കൂല, അത് മുങ്ങിപ്പോവും. അപ്പോൾ ഈ 250 കാണുമ്പോൾ തന്നെ ചിലർ കറപ്പിക്കും. അപ്പോൾ തെറ്റിക്കാനായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. ഇനി ഏത് നിയമപ്രകാരമാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സ്ഥാപിതമായത്? ഏത് നിയമപ്രകാരമാണ്? ദേശീയ മനുഷ്യാവകാശ നിയമം 93 പ്രകാരമാണ്. ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് ഏത് അധികാരമാണ് ഉള്ളത്? വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാക്കാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാലുള്ളതോ രേഖാമൂലമായ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക. ബി രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യമാണ്. ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിൽ പകർപ്പുകളോ ആവശ്യപ്പെടാം. മുകളിൽ പറഞ്ഞവയല്ലാണ്ട് ഒരു സിവിൽ കോടതിയുടെ അധികാരം ഉണ്ടല്ലോ. ഇനി DV നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത്? ഏത് DVയാ? ഡവറി ആയിരിക്കുമല്ലോ ഉദ്ദേശിച്ചല്ല, ഡവറി അല്ല, ഡൊമസ്റ്റിക് വയലൻസ്. സോറി ഡൊമസ്റ്റിക് വയലൻസ് നിയമത്തിൽ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെക്കുറിച്ച്? ഇപ്പോൾ ഗാർഹിക പീഡനം ഇന്ന് വായിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കൂടി നാളെ എഴുതാൻ പറ്റാത്ത അവസ്ഥയാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ ഈ ഒരാഴ്ച ബുക്ക് തൊടാണ്ടിരിക്കുന്ന എനിക്കിത് കിട്ടുമോ? ഇല്ല. ഇനി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി പ്രാഥമിക പ്രവർത്തനം എന്താണെന്ന്? ഇവരുടെ പ്രാഥമിക പ്രവർത്തനം ഉപഭോക്തൃ അവബോധം പ്രോത്സാഹിപ്പിക്കുക, ഉപഭോക്തൃ സാധനങ്ങൾ നിയന്ത്രിക്കുന്നതിന്, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നടപ്പിലാക്കുന്നതിനും പരസ്യ നിലവാരം നിരീക്ഷിക്കാം. ഏതിൻ്റെയാണ്? നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അല്ലേ. അപ്പോൾ അത് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നടപ്പിലാക്കുകയും ചെയ്യാതായിരിക്കും. അതെ, അത് തന്നെയാണ്. ഇനി പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഈ നിയമങ്ങളൊക്കെ തലേദിവസം നോക്കിപ്പോയി പിറ്റേ ദിവസം പോയാലും ഇങ്ങനത്തെ വകുപ്പുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടു. അപ്പോൾ പിന്നെ ഇത്രയും നാൾ നോക്കാണ്ടിരുന്ന എനിക്ക് അവിടെ കിട്ടാൻ. പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ശിക്ഷ? എന്നാലും നോക്കിയേക്കാം. അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ പോണോഗ്രഫിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അത് ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെനിക്ക് ഞാൻ വായിച്ചെനിക്ക് ഓർമ്മയുണ്ട്. ഏതൊരു മൂന്നിലെ എന്തോ ഒരു ശിക്ഷനെ പറ്റി പറയുന്നുണ്ട്. അതിൻ്റെ ശിക്ഷയാണ് 4 അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. 5 ഒരു കാര്യം പറയുന്നുണ്ട്, 6 ലൈന ശിക്ഷനെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ഇതിപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഓർമ്മയില്ല. പിന്നെ വെറുതെ ഇടണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനി വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ഇൻഫർമേഷൻ കമ്മീഷണർമാരെ എന്നിവയുടെ പരമാവധി കാലാവധി എത്രയാണെന്ന്? വിവരാവകാശം അത് 3 വർഷം 65 വയസ്സ് വരെ. ഏതാണോ ആദ്യം അതാണ് കേട്ടോ. 3 വർഷം 65 വയസ്സ്. ഈ 65 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ടും പ്രായമാകുമ്പം വിവരമൊക്കെ കുറയുന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. 3 വർഷം 65 വയസ്സ്. പക്ഷേ മനുഷ്യാവകാശം ആണെങ്കിൽ അത് 3 വർഷം 70 വയസ്സാണ്. ഇതിൽ ബാക്കി ഓപ്ഷൻസ് വെച്ച് എടുക്കാവുന്നേ ഉള്ളൂ. വിവരാവകാശം മനുഷ്യാവകാശമൊക്കെ എല്ലാം 3 വർഷം ആക്കിയിട്ടുണ്ടല്ലോ പുതിയ ഭേദഗതി അനുസരിച്ച്. ബാക്കി ഇവിടെ കൊടുത്തേക്കുന്നത് 5-6 വർഷങ്ങളൊക്കെ. ഇനി 4 വർഷം മുമ്പ് മാക്സ് അല്ല, 4 വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 ഇരട്ടിയാണ്. അപ്പോൾ റഹീം ഇങ്ങനെ കൊടുക്കാം. 4 വർഷം മുമ്പത്തെ കേസാണ് പറഞ്ഞേക്കുന്നത്. റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാണ്, 3:1. ഇനി 2 വർഷം കഴിയുമ്പോൾ 4 വർഷം മുമ്പ് ഇനി 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാവും. അപ്പോൾ 2:1. അപ്പോൾ ആകെ എത്ര ഡിഫറൻസ് ഉണ്ട്? 4 + 2 6 ഡിഫറൻസ് ഉണ്ടല്ലേ. ഇനി ഇത് രണ്ടും കോമൺ ആക്കണം നമുക്ക്. ഇതിന് ഡിഫറൻസ്. അപ്പോൾ 3:1 വരും. 3:1 വരും. 2 ആകുമ്പോൾ 4:2 വരും. അപ്പം ഏതാ 1 ആണ് ഇവിടെ 6. അപ്പം 1:6 അല്ല ചോദിച്ചേക്കുന്നത്. രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 6 × 2 12. ഇത് 2 വർഷം കഴിഞ്ഞിട്ടുള്ള 2 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ 10 ആയിരിക്കും ആൻസർ കേട്ടോ. 10 ആണ് ഇതിന് ആൻസർ വരുന്നത്. ഇനി ഉചിതമായ ബന്ധം കണ്ടെത്തി പൂർത്തീകരിക്കുക. ഇതിനെ എഴുതി നോക്കണമല്ലോ അല്ലേ. മാർക്ക് KLMNOP +3 ആണല്ലേ. ABCD അതും +3 ആണ്. RSTU ഓക്കെ. അപ്പോൾ എല്ലാം 3 വരുന്നത്. അപ്പോൾ ST
TUV ആണ് വരേണ്ടത്, എല്ലാത്തിലും V ആണ്. പിന്നെ CDEF ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണമായി. പിന്നെ ലാസ്റ്റ് നോക്കിയാൽ മതി. RSTU വരും. അപ്പോൾ ഓപ്ഷൻ B ആണ്, RSTU. ഇനി ഒരാൾ തൻ്റെ വീട്ടിൽ നിന്നും 300 കിലോമീറ്റർ തെക്കോട്ട് നടന്നു. പിന്നീട് ഇടത്തോട്ടെന്ന് പറയുമ്പോൾ ഇങ്ങടക്കല്ലേ, ഇടത്തോട്ട് തിരിഞ്ഞൊരു 100 കിലോമീറ്റർ പോയ ശേഷം വലത്തോട്ട് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ വലത്തെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും. വലത്തോട്ട് 200 മീറ്റർ സഞ്ചരിച്ചു, വീണ്ടും വലത്തോട്ട് തിരിഞ്ഞിട്ട് 100 ആയിരിക്കും. അതെ, നമുക്കിപ്പോൾ കാണാപ്പാട്ടായി സാധനമൊക്കെ. വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ നടന്നാൽ അയാൾ വീട്ടിൽ നിന്നും ഏത് ദിശയിൽ എത്ര അകലെ, വീടാണല്ലോ ഇത്. അപ്പം 300 + 200 500 മീറ്റർ അകലെയാണ്. എവിടെയാണ് നിൽക്കുന്നത്? വീട്ടിൽ നിന്നും തെക്കാണ് നിൽക്കുന്നത് അല്ലേ. അപ്പം 500 മീറ്റർ വീട്ടിൽ നിന്ന് എത്ര നില ചോദിച്ചേക്കുന്നത്? 500 മീറ്റർ വടക്കാ, 500 മീറ്റർ തെക്ക്. ഉണ്ട്, ആൻസർ ഉണ്ട്. ഓപ്ഷൻ D ആണ്. അയ്യോ, അടുത്ത ക്ലോക്കിലെ സമയം 5:10 ആയാൽ പ്രതിബിംബത്തിൻ്റെ സമയം എത്രയാണ്? 11:60 ഈ 5:10 അങ്ങ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എത്ര വരും? 50. പിന്നെ പിന്നെന്താ, 8, 9, 10, 11, ഇതെത്രയാ? 6 കേട്ടോ. 6:50 വരും ആൻസർ. ഓപ്ഷൻ A ആണ്. അടുത്ത താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകൾ ഏറ്റവും വലുത് ഏതാന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ഡിനോമിനേറ്റർ ഇതിനെ ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ 2 × 10 20, ഇത് 35. അപ്പോൾ ഏറ്റവും വലുതല്ല ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് വലുത്. ഇനി ഇതിൽ നോക്കുമ്പോൾ 28, 30. അപ്പോൾ ഏതാ വലുത്? 3/4 വലുത്. ഇത് 3ഉം ഇത് 8ഉം. അപ്പോൾ എത്രയായി? 2/1. 2ആണ് ഇതിൽ വലുത് കേട്ടോ. അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ലല്ലേ, 2ആണ് വലുത്. ബാക്കിയല്ല 2ൽ കുറവ് തന്നെയാണ്, അങ്ങനെ നോക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ബാക്കി ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം പോയിന്റിൽ വരുന്ന ആൻസർ കിട്ടും. ആ 2ആണ് അതിൽ ഏറ്റവും വലുതായിട്ടുള്ളത്. ഓക്കെ, വീടിന് ചായം തേക്കുമ്പോൾ 24 ലിറ്റർ ചായത്തിൻ്റെ കൂടെ 3 ലിറ്റർ ടർപ്പൻറ്റൈൽ ഓയിൽ ആണ് ചേർത്തത്. 32 ലിറ്റർ ചായത്തിൻ്റെ കൂടെ എത്ര ലിറ്റർ ടർപ്പൻറ്റൈൽ ചേർക്കണമെന്ന്. വീടിന് ചായം തേക്കുമ്പോൾ 24 ലിറ്റർ ചായത്തിൻ്റെ കൂടെ എന്ത് ചെയ്തു? 3 ലിറ്റർ ടർപ്പൻറ്റൈൽ ഓയിൽ ചേർത്തു. അങ്ങനെയാണെങ്കിൽ 32 ലിറ്റർ ചായത്തിനോട് എത്ര ചേർക്കുന്നു? അപ്പോൾ 24 × 32 ചെയ്യാം. ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ 24 32 വെട്ടി പോകുമ്പം ഏതിൽ വെട്ടാം? നമുക്ക് 8ൽ വെട്ടാം അല്ലേ. 3ഉം 4ഉം വരും. ഈ 3 ക്യാൻസലായി പോകും. അപ്പോൾ എത്ര വരും? 4 ലിറ്റർ എന്ന് വരും ആൻസർ. 4 ലിറ്റർ. ഇനി 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടി ശരിക്കും ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ട് കേട്ടോ എനിക്ക് വയ്യാത്തതിൻ്റെ. അതാണ് ഒരു സുഖമില്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3 പെൻസിൽ ഡാഷ് എടുക്കാം, പെൻസിലും 4 പേനയ്ക്കും കൂടി 66 രൂപയാണ് വില. 6 പെൻസിലിനും 3 പേനയ്ക്കുമാണെങ്കിൽ 72 രൂപയാണെങ്കിൽ ഒരു പേനയുടെ വില എത്ര? അത് സോൾവ് ചെയ്തെടുക്കുക, ഇക്വേഷൻ പോലെ ഫോം ചെയ്തതാണ്, സോൾവ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? ഈ ഒരു ഇക്വേഷനെ × 2 കൊടുത്താൽ മതി. × 2 കൊടുത്തിട്ട് × 2 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 2p' + 8p. അതിൽ നിന്ന് ഇതങ്ങ് മൈനസ് ചെയ്യുക ഈ ഇക്വേഷൻ. അപ്പോൾ p' വെട്ടിപ്പോവുമല്ലോ. അപ്പം 8p - 3p 5p ആണ് ഏത്? ഇതിന് 2 കൊടുക്കുമ്പോൾ ഇതിന് 2 ബാധകമാണ്. 12 132 72 മൈനസ് ചെയ്യും. അപ്പോൾ എത്ര വരും? 3 4 5 6 7 5 50 എന്ന് വരും. അപ്പോൾ p = 10 എന്ന് വരും. p 10 എന്ത് ചോദിച്ചേക്കുന്നത്? പേനയുടെ വിലയാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പം അത് 10 രൂപയില്ല, പേനയുടെ വില 10 രൂപയാണല്ലോ അല്ലേ. നമുക്കൊന്നുകൂടെ നോക്കാം, എവിടെയെങ്കിലും തെറ്റിട്ടുണ്ടാവും. 3 പെൻസിൽ ഡാഷ് കൊടുക്കാം +4 പേന 66 രൂപയാണ് വില. 6 പെൻസിൽ 3 പേന 72 രൂപയാണ് വില. അപ്പോൾ ഇതിനെ ഈ ഇക്വേഷനാണ് നമ്മൾ × 2 കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 6 പെൻസിൽ + 8p മൈനസ്, എന്നിട്ട് ഈ ഇക്വേഷൻ മൈനസ് ചെയ്യുക. 6p' - 3p = ഇതിന് ഇത് ബാധകമാണല്ലോ. അപ്പോൾ 2 ചെയ്യുമ്പോൾ 132 കിട്ടും. 132 72 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 4 5 6 7 60 എന്ന് വരും അല്ലേ. സോറി, ഞാൻ മൈനസ് ചെയ്തിട്ട് പോയതാണ്. അപ്പോൾ അത് 5p = 60 വരും. p = 12 വരും കേട്ടോ. പിന്നെ ആൻസർ 12. ഭാഗ്യം ഇവിടെ 10 ഒന്നും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അത് തന്നെ ഇട്ടേനെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അയ്യോ ഗോഡ്,
ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, തീവണ്ടിയിൽ 360 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ 4 മണിക്കൂറും 30 മിനിറ്റും എടുത്തു എങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗത എത്രയാണ്? അപ്പോൾ 360 ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ഈ 4 പ്ലസ് 30/60 ചെയ്താൽ മതി. അപ്പോൾ 4 + 1/2 എത്ര വരും? 9/2 വരും. 9 × 2 ഇത് എത്ര? ഇത് 40 വരും. അപ്പോൾ 80 വരും കേട്ടോ. 80. മാത്സ് ഒന്നും കുഴപ്പമില്ല അല്ലേ? ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. വലിയ കുഴപ്പമുള്ളതൊന്നും അല്ല മാത്സ്. ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഡയറക്റ്റ് ആയ ക്വസ്റ്റ്യൻസ് അല്ല. ഇനി ഈ ഒറ്റയാനെ കണ്ടെത്താനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പോൾ ക്യാൻസൽ ആയി പോകുന്നുണ്ട് കേട്ടോ. കാരണം പലർക്കും പല ഇൻ്റർപ്രിട്ടേഷൻസ് ആണ് വരുന്നത്. വല്ലാത്തൊരവസ്ഥ തന്നെ. ഓക്കെ, ഒറ്റയാനെ കണ്ടെത്താൻ ഇത് എന്ത് ക്വസ്റ്റ്യനാണ്? 2, 3, 4, 5 ഇതിൽ നമുക്ക് പ്രഥമ ദൃഷ്ടിയ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും 4 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം പ്രൈം നമ്പേഴ്സ്. ഇനി വേറെ ഒന്നിലും പോകുന്നില്ല, കാരണം അടുപ്പിച്ച് നമ്പേഴ്സ് അല്ലേ, അവർ ഇതന്നെ ആയിരിക്കും ഉദ്ദേശിച്ചത്. ഇനി 2 സംഖ്യകളിൽ ആദ്യത്തേതും രണ്ടാമത്തേതിൻ്റെയും അങ്ങനെയല്ല, 2 സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തേതിൻ്റെ 5 ഇരട്ടിയാണ്. ആദ്യത്തേത് രണ്ടാമത്തേതിൻ്റെ 5 ഇരട്ടിയാണ്. സംഖ്യകളുടെ തുക 96 അപ്പോൾ 6 = 96 ആയാൽ ചെറിയ സംഖ്യ എത്താണ്? ബൈ 6 × 1 ചെയ്താൽ മതി. അപ്പോൾ എത്ര വരും? 1, 6, 36, 90. വരില്ല നീ. ചെറിയ സംഖ്യയിൽ വെച്ചേക്കുന്നത്. ചെറിയ സംഖ്യ എത്ര? എന്താണ് അപ്പം കിട്ടാത്തത്? നോക്കട്ടെ. 2 സംഖ്യകളുടെ ആദ്യത്തേത് രണ്ടാമത്തേന് 5 ഇരട്ടിയാണ്. ആദ്യത്തേത് രണ്ടാമത്തേൻ്റെ 5 ഇരട്ടിയാണ്. സംഖ്യകളുടെ തുക, അതായത് 6 = 96 ആയാൽ ചെറിയ സംഖ്യ എത്ര? 6 × ചെറിയ സംഖ്യ 1 അല്ലേ? നമുക്ക് മറ്റേതിട്ട് നോക്കാം. 16. ഞാൻ എന്ത് ചെയ്താ? ഞാൻ അങ്ങനെ ഇട്ടല്ലേ. ഓക്കെ, 16 ആണ് ആൻസർ കേട്ടോ. അതുപോലെ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ പട്ടോതിയൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ദേ സെഡ് വി അറൈവ്ഡ് ലേറ്റ്. ചേഞ്ച് ദ സ്പീച്ച്. ദേ സെഡ് വി അറൈവ്ഡ് ലേറ്റ്. അപ്പോൾ അത് സിമ്പിൾ പാസ്റ്റിലാണ് നടക്കുന്നത്. അതിനെ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ആക്കണം. അപ്പോൾ ദേ ഹാഡ് അറൈവ്ഡ് ലേറ്റ് ആണ് കേട്ടോ. ദേ സെഡ് ദാറ്റ് ദേ ഹാഡ് അറൈവ്ഡ് ലേറ്റ് എന്നാണ് വരിക. വിച്ച് ഇസ് സിനോണിം ഓഫ് ദ വേർഡ് റിസംബ്ലൻസ്. റിസംബ്ലൻസിൻ്റെ റിസംബ്ലൻസ് ആണ് ഒരുപോലെ ഇരിക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഒരേപോലെ സിമിലാരിറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ സിനോണിമായിട്ട് വരുന്നത്. ഇത് ഫിയർ ഓഫ് ദ ഡാർക്ക് കളറിനുള്ള ഫിയർ ആണ് ഏത്? നിക്ടോഫോബിയ ആണ് കേട്ടോ. നിക്ടോഫോബിയ. ക്രോണോക്കെ കളറുമായിട്ട് ബന്ധപ്പെട്ട ആവാനാണ് ചാൻസ്. ക്ലാസ്ട്രോഫോബിയ അറിയാമല്ലോ, അത് ഈ ക്രൗഡും അല്ലെ ക്രൗഡായിട്ടുള്ള പ്ലേസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത, റൈറ്റ് ദി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ആർട്ട് റിലേറ്റഡ് ടു ഡെക്കറേറ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. കാലിഗ്രഫി അല്ലേ. ഇനി വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് വിത്ത് മീ യെസ്റ്റർഡേ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് യെസ്റ്റർഡേ അല്ലേ, അപ്പോൾ വാസ് വിത്ത് മീ യെസ്റ്റർഡേ. I am sure that somebody was spying on us. He came early. Correct question. He came. Did plus come alle. He came early. Didn't he ആണ് വരിക. If I prepared well, I dash the project. If I prepared well, I would complete എന്നാണ് വരിക. അപ്പോൾ I would complete the project. Identify the meaning of the idiom a piece of cake എന്ന് വെച്ചാൽ വെരി ഈസി ടാസ്ക് ആണ്. ഗ്രൂപ്പ് ഓഫ് monkeys is called a troop ആണ്. ട്രൂപ്പ് ഈസി ആയിരുന്നല്ലേ. ഭയങ്കര ഈസി ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ. അതിലൊന്നും ക്യാൻസർ ഒന്നും വരാൻ പറ്റില്ല. അത്ര നല്ല ക്വസ്റ്റൻ ആയിരുന്നു. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പദം ഏത്? മലയാളമാണ് എനിക്ക് തീരെ പറ്റാത്തത്. എന്നാലും നമുക്ക് നോക്കാം. ജിജ്ഞാസ, ഉത്തരവാദിത്തം, ആസക്തികം. ഓക്കെ, നോക്കാം. ഇനി ആദരാഞ്ജലികളല്ലേ തെറ്റ്? ഈ ആദരാഞ്ജലികളാണ് തെറ്റ്. അഞ്ജലി എന്ന് എഴുതുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല ജാ വരുന്നത്, അപ്പോൾ അത് കിട്ടി. ആദരാഞ്ജലികൾ എന്നാണ് വരേണ്ടത്, അപ്പോൾ അതാണ് തെറ്റ് കേട്ടോ. എന്നിട്ടായിരുന്നു ഈ ആസ്തികമായിരിക്കും അല്ലേ? നാസ്തിക അത് തന്നെ ആയിരിക്കും. ഇനി പ്രാചീനം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. പ്രാചീനം എന്ന് പറഞ്ഞാൽ ഓൾഡ് ആയിട്ടുള്ളതല്ലേ, അപ്പം അത് ആധുനികമല്ലേ. അർവാചീനം എന്ന് പറഞ്ഞാൽ അത് തന്നെ ആയിരിക്കും. അതെ. അപ്പോൾ ആധുനികമാണ് എൻ്റെ ഓപ്പോസിറ്റ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ് എന്ന ആശയം ലഭിക്കുന്ന ചൊല്ല് താഴെ പറഞ്ഞതിൽ നിന്നും ഒഴിവാക്കുക. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ് എന്ന ആശയം ലഭിക്കുന്ന ചൊല്ല് താഴെ പറഞ്ഞതിൽ നിന്നും ഒഴിവാക്കാന്നല്ല. പതുക്കെ പറഞ്ഞാലും പന്തളത്ത് കേൾക്കാവുന്നു. മടിയൻ മല ചുമക്കും, നിലക്ക് നിന്നാൽ മലയ്ക്ക് സമം. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. അതല്ലേ വരിക? ഓപ്ഷൻ ഡി, മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. ഇനി കടൽ പ്ലസ് പുറം എന്താണ്? അത് തന്നെയല്ലേ, വേറെ ഒന്നും ഇല്ലല്ലോ. അതെ.
കടൽ പ്ലസ് പുറം കടൽപ്പുറം അല്ലേ, കടപ്പുറം അല്ല കടപ്പുറമാണ് കേട്ടോ, ഓപ്ഷൻ സി. ഇനി കുതികാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കുതികാൽ വെട്ടുക എന്ന് വെച്ചാൽ വഞ്ചിക്കുക, ഉയർച്ച തടയുക, അവസാനിപ്പിക്കുക, ചില്ല മുറിക്കുക. കുതികാൽ വെട്ടുക എന്ന് വെച്ചാൽ ആ ഉയർച്ച തടയുക എന്നൊക്കെയുള്ള ആൻസർ അല്ലേ വരിക? വഞ്ചിക്കുക, ഉയർച്ച തടയുക, അതാണ് 1-2 അല്ലേ? യെസ്, ഓപ്ഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ 1-2 ശരി കേട്ടോ. ഇനി പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം താഴെ പറയുന്നവയിൽ ഏതാണ്? പൂജക ബഹുവചനം അല്ലെ, പുഷ്പങ്ങൾ, വൈദ്യർ, അധ്യാപകർ, ദേവകൾ. ഇതിലെന്താണ് പൂജക ബഹുവചനം ഉദാഹരണമായി വരുന്നത്? അത് വൈദ്യരാണ്. ഇനി ഒറ്റപ്പദം എഴുതുക, ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ജാഗരം. ഇനി തിരുവടി എന്ന പദം എഴുതിയാൽ തിരു പ്ലസ് അടിയാണ് തിരുവടി കേട്ടോ, അപ്പോൾ ഓപ്ഷൻ എ വരും. മഞ്ഞ് എന്ന അർത്ഥം വരാത്ത പദം ഏത്? നീഹാരം, തുഷാരം, തുഹിനം, നിധനം ഇല്ല, ബാക്കിയെല്ലാം വരും. ഇനിയും വിഗ്രഹാർത്ഥം എഴുതുക പാദപങ്കജം. പാദപങ്കജം എന്ന് പറയുന്നത് പാദമാകുന്ന പങ്കജമാണ് കേട്ടോ, പാദമാകുന്ന പങ്കജമാണ്. ഈസി ആയിരുന്നു കേട്ടോ, മലയാളം ഇംഗ്ലീഷ് ഭയങ്കര ഈസി ആയിരുന്നു. മാത്സും ഈ 3 പോർഷനും ഈസി ആയിരുന്നു. GK വലിയ കട്ടയായിട്ട് എനിക്ക് തോന്നാവുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ചിലതിലൊക്കെ. അത് നമ്മൾ പഠിക്കാത്തതിന് ശരിയായിട്ട് പഠിക്കാത്തതിൻ്റെ കുഴപ്പമെന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ആൻസർ ഞാൻ എഴുതിയേക്കുന്ന ശരി നോക്കാം അല്ലേ? ഞാനതിൽ മാർക്ക് ചെയ്തേക്കുന്നതൊക്കെ തെറ്റുണ്ടാവും കേട്ടോ. എന്തായാലും ആൻസർ പ്രൊവിഷണൽ ഈ ഒരു ടൈം ഞാനിപ്പോൾ ഒരു 5:30 തുടങ്ങിയത് തന്നെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ കീ വന്നിട്ടുണ്ട്. പ്രൊവിഷണലാണ്, നമുക്കൊന്ന് നോക്കാം പ്രൊവിഷണൽ വെച്ചിട്ട് എത്ര മാർക്ക് കിട്ടുന്നു. ഇതേതാ കോഡ്? സി ആണല്ലേ. സീൻ്റെ ഒന്നാമത്തെ ആൻസർ സി ആണ്, അപ്പോൾ അത് ശരിയാണ്. ഓക്കെ, അടുത്ത 2A ആണ്. ജോൺ ലോക്ക് തന്നെയാണ്, ശരിയാണ്. 3A ആണ്, നാങ്കിങ് ഉടമ്പടി, ശരിയാണ്. 4A ആണ് കേട്ടോ. വന്ദേ മാതരം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉറുദു പത്രമാണ് കേട്ടോ. ഉറുദു പത്രമാണോ വന്ദേ മാതരം? ലാല ലജ്പത് റായിൻ്റെ ആണെന്ന് അറിയായിരുന്നു, പക്ഷെ അതൊരു ഉറുദു പത്രമാണ് കേട്ടോ. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. വന്ദേ മാതരം മിക്കുള്ളവരും ഈ ബംഗാളി പത്രം എന്നൊക്കെ എഴുതാനുള്ള ചാൻസ് ഉണ്ട്. ഉറുദു പത്രമാണ്, ലാല ലജ്പത് റായിൻ്റെ ആണിത്. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി താഴെ പറയുന്നതിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലായിരുന്നത്? നോക്കാം. ബി ടി സുനന്ദാമയാണ് കേട്ടോ. അവരാരെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ടി സുനന്ദാമയാണ്. UN ഇപ്പോഴത്തെ അംഗസംഖ്യ 6D, ശരിയാണ്. ഇനി 7C ഹൈദരാബാദ്, ശരിയാണ്. 8A അല്ലേ സാന്ദ്രീകരണോ? 8D സോറി 8D ആർദ്രത കറക്റ്റാണ് കേട്ടോ. 7C അല്ലേ. ഇനി പരിക്രമണ തലത്തിൽ നിന്ന് ഭൂമിയുടെ അക്ഷാംശ കോണീളവ് 9D, ശരിയാണ്. അടുത്തത് 10th ക്വസ്റ്റ്യൻ ആണെങ്കിൽ A വരും, ശരിയാണ്. 11A വരും, ശരിയാണ്. 12C വരും. 12C വന്നാൽ ഇപ്പോൾ നമുക്ക് തെറ്റല്ലേ. കാക്കിനാന്ത പുതുച്ചേരി, അപ്പോൾ എവിടെയാണോ ഉണ്ടോ ഇത് നോക്കണം കേട്ടോ. അടുത്ത എക്സാം ഉള്ളവർ ഈ നാഷണൽ വാട്ടർവേ കറക്റ്റായിട്ട് പഠിച്ചിട്ട് തന്നെ പോകാം കേട്ടോ. ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ചോദിക്കാം. ഈ ചന്ദ്രയാൻ 3ൻ്റെ ഒക്കെ ലാൻഡറിന് അവർ മാറി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താ അവർക്ക് ചോദിച്ചുകൂടെ അല്ലേ? ചോദിക്കാം. ഓക്കെ, എന്തായാലും C ആണ് ആൻസർ കേട്ടോ. C ആണ് ആൻസർ. അതായത് ബ്രാഹ്മണി മഹാനദി ഡെൽറ്റയാണ്. കാക്കിനാട് പുതുച്ചേരി ഏതാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. എന്തായാലും 1, 2, 3, 4 അല്ലെന്ന് മനസ്സിലായി. 5 അല്ല, 5 മറ്റേ ഈസ്റ്റ് കോസ്റ്റ് കനാലാണ്. അപ്പോൾ 6 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും ഇതിൽ C ആണ് കൊടുത്തിരിക്കുന്നത്, 12C. ഇനി താഴെ പറയുന്നവയിൽ 13A ആണ് ആൻസർ. 13A കറക്റ്റാണ്. 14 ഇവർ കൊടുത്തേക്കുന്ന ആൻസർ C ആണ്. ഞാൻ അതിൻ്റെ ഡേറ്റ നോക്കിയിട്ട് പറയാം. ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഉൾനാടൻ ജലഗതാഗതത്തിൽ നാഷണൽ വാട്ടർവേ 4 അത് കാക്കിനാട് പുതുച്ചേരി തന്നെയാണ് കേട്ടോ. ഇത് ഈ പ്രൊവിഷണലിൽ വന്നിരിക്കുന്ന തെറ്റാണ്, നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് കാക്കിനാട് പുതുച്ചേരി ആണ് 4 വരുന്നത്, ഗോദാവരി കൃഷ്ണ റിവറിൽ. പിന്നെ ബ്രഹ്മണി മഹാനദിയൊക്കെ 5ലാണ്. ബ്രഹ്മണി മഹാനദി 5ആണല്ലേ. താൽച്ചർ അത് നമ്മുടെ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് പറയുന്നതാണ് ബ്രഹ്മണി മഹാനദി റിവറിൽ. താൽച്ചർ ദാമ്ര എന്നുള്ളത് 5ആണ് കേട്ടോ, 5. ഓക്കെ, അപ്പോൾ ചലഞ്ച് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ കിട്ടി കേട്ടോ. 12ാമത്തെ അവർ കൊടുത്തിരിക്കുന്നത് C ആണ്, ഓപ്ഷൻ B ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ചലഞ്ച് ചെയ്തോ. 13 ശരിയാണ്. 14ൻ്റെ ആൻസർ ഞാൻ പറഞ്ഞില്ല, അതും ചലഞ്ച് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്.
മധ്യപ്രദേശും പഞ്ചാബും ബീഹാറും ഒന്നല്ല, ലേറ്റസ്റ്റ് ആയിട്ട് ഇതിൽ ശ്രേണി പറയുമ്പോൾ വീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഉത്തർപ്രദേശാണ് ഫസ്റ്റ് വരുന്നത്, പിന്നെ മധ്യപ്രദേശ്, പിന്നെ പഞ്ചാബ്, അങ്ങനെ തന്നെയാണ് കേട്ടോ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടാണത്. എന്തായാലും ഇതിൽ ഓപ്ഷൻസിൽ എന്നാൽ UP ഒന്നും ഇല്ല, അപ്പം ആരും അങ്ങനെ ഒരു സംഭവം കൊടുക്കാൻ വഴിയില്ല. എന്തായാലും നിങ്ങൾ നോക്കോട്ടോ, അത് ഗൂഗിൾ നമ്മുടെ ടെലഗ്രാമിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു PDF മാതിരി ഒരു സാധനം കിട്ടും. അപ്പോൾ അതിൽ റൈസ് തെലങ്കാനയാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്, തെലങ്കാന, UP, വെസ്റ്റ് ബംഗാളാണ്. അതുപോലെ വീറ്റ് ആണെങ്കിൽ UP, മധ്യപ്രദേശ്, പഞ്ചാബ്, ഇങ്ങനെയാണ് ഓർഡർ വരുന്നത്. അതിന് ആൻസർ ഇതിനകത്തിലില്ല. ഇനി ഇന്ത്യൻ സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി അല്ലേ, അതിന് ആൻസർ നോക്കട്ടെ, ഒരു മിനിറ്റ്. 15 ഓപ്ഷൻ A ആണ് ആൻസർ. അതെ, 15ൻ്റെ ഓപ്ഷൻ Aയോ? ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാം, അതും വരുമായിരിക്കും. ഇതിലെന്തായാലും ഓപ്ഷൻ A ആണ് ഉദ്ദേശിച്ചിരിക്കുക, ആൻസർ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതും തെറ്റി, A ആണ് ആൻസർ കൊടുത്തേക്കുന്നത്. ഓക്കെ. ഇനി ഇന്ത്യയിൽ അത് ശരിയാണല്ലോ, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ പുറത്തോട്ട് വിടുമ്പം നമുക്ക് ഇങ്ങോട്ടൊക്കെ നിക്ഷേപം ഉണ്ടാവുമല്ലോ, ശരിയാണ്. 16D ആണ് ആൻസർ. 16Dയോ? 3, അതായത് 51, 56, 56, 61, 61, 66 എന്നല്ലേ? അപ്പോൾ 65 ശരിക്കും നമ്മൾ പഞ്ചവത്സര പദ്ധതിൻ്റെ ഇയർ പറയുമ്പോൾ 1965. തെറ്റിയോ? തെറ്റിയല്ലേ? തെറ്റിയോ? 60, 70, 70, 80 അങ്ങനെയല്ലേ കാലഘട്ടം പറയാം. കറക്റ്റായിട്ട് ചോദിക്കുമ്പോൾ 65 എന്നാണ് പറയുക. നോക്കട്ടെ. എന്തായാലും ഫൈനൽ ആൻസർക്ക് അനുസരിച്ച് ഓപ്ഷൻ D ആണ് കേട്ടോ ആൻസർ വരുന്നത്, അതായത് 4. കാരണം ഇതിലൊരു ഗൂഗിൾ തപ്പുമ്പോൾ പറയുന്നത് ഗ്രീൻ റെവല്യൂഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ 4th 5-year പ്ലാൻ. ഇൻട്രൊഡ്യൂസ് ചെയ്തത് 4th 5-year പ്ലാനിലാണെന്ന് 69-74. എന്നാൽ ഗ്രീൻ റെവല്യൂഷൻ വാസ് ഫോർമുലേറ്റഡ് ഡ്യൂറിങ് ദ 3rd 5-year പ്ലാൻ. 3rd 5-year പ്ലാനിൽ ഫോർമുലേറ്റ് ചെയ്തു എന്ന്. ഇതെന്താ, ഇന്ത്യൻ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി? എന്തായാലും ഇതിൽ ഇങ്ങനെ 2 എണ്ണം കാണിക്കുന്നുണ്ട്, ഒന്ന് ഫോർമുലേറ്റ് ചെയ്തതും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നും പറഞ്ഞൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും നോക്കാം, ഇതിന് ആൻസർ എന്തായാലും D ആണ് കൊടുത്തിരിക്കുന്നത്. ഇനിയും അടുത്തത് 17B ആണ് ആൻസർ, ശരിയാണ്. കാർഷികം അതിൽ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ. 18C ആണ്. ഓക്കെ. ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് ദേശീയ കുടുംബാരോഗ്യ സർവേ തന്നെയാണ് കേട്ടോ. കുടുംബാരോഗ്യം അവർക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിന് വേറൊരു സംഭവം ഉണ്ടല്ലേ, നാഷണൽ ഹെൽത്ത് സർവേ, അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ട്. അതെ അതുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിന് ആൻസർ C ആണ് കേട്ടോ. അവരത് ഉപഭോക്തൃ ചെലവ് സർവേ ഒക്കെ നടത്തുന്നുണ്ടല്ലേ. ഓക്കെ. ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണെന്ന് നോക്കിയാൽ 19D ആണല്ലേ, ബാങ്ക് ഓഫ് ബറോഡയാണല്ലേ. ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച്? അപ്പോൾ ഇത് കറണ്ട് അഫെയർ ആയിരിക്കും, കാരണം നമ്മൾ നേരത്തെ പഠിക്കാറുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും സെക്കൻഡ് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നായിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ടെന്ന് അർത്ഥം. ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ ആയിട്ടുണ്ട്. 20ൻ്റെ ആൻസർ D തന്നെയാണ് കേട്ടോ. 20ൻ്റെ ആൻസർ D ആണ്. പിന്നെ 21B ആണ് ആൻസർ. 22C ആണ്. 22C ആണ്. 23B ആണ്. B തന്നെയാണ് കേട്ടോ. ഈ സഞ്ജീവനി പദ്ധതി നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്നത് അത് നമ്മുടെ കേരളം തന്നെയാണ്. 24B ആണ് ആൻസർ. B. അത് B ആണല്ലേ. സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളും മാലിന്യമുക്തമാക്കാൻ. ശരി, അത് തന്നെയാണ്. 25 ആണെങ്കിൽ A ആണ്. കുടുംബശ്രീൻ്റെ തന്നെയാണ് ഒന്നായി മുന്നേറാം. 26C ആണ്. 26C, അതും ശരിയാണ്. 27B ആണ്. B. അത് സഹമന്ത്രിയായിരുന്നു അല്ലേ, വി മുരളീധരൻ സഹമന്ത്രി ആയിരുന്നു. B ആണ്. 28D ആണ്. ശരിയാണ്. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ B ആണ് ആൻസർ. കാര്യനിർവഹണം. 30 ആണെങ്കിൽ C ആണ്. അതെ, 12 നോട്ടിക്കൽ മൈൽ ആയിരിക്കത്തില്ല. പക്ഷേ ഇതിനകത്തിൽ 12 നോട്ടിക്കൽ മൈൽ തന്നെയാണ് കേട്ടോ. 12 നോട്ടിക്കൽ മൈൽ തന്നെയാണ് SCRTയിലുള്ള പോയിൻ്റാണ്. അതുപോലെ 22 കിലോമീറ്റർ അല്ലെങ്കിൽ 21.9 കിലോമീറ്റർ അങ്ങനെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഫ്രം ദ ക്ലോസസ്റ്റ് ബേസ് ലൈൻ. പിന്നെ ഇതിലെന്താ അവർ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്? ഓക്കെ, ഈ ക്വസ്റ്റിനൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. കാരണം C ഓപ്ഷനും ശരി തന്നെയാണ്. 12 നോട്ടിക്കൽ മൈൽ ശരിയാണത്. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. നോക്കട്ടെ. 31.
31 ബി ആണ്. ബി. ഓ, ജനാധിപത്യമാണോ? 31 ബി. ഒരു 31 ബി ആണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ജനാധിപത്യമാണെന്ന്. ഓക്കെ ഓക്കെ അടുത്തതാണ് നമ്മുടെ 32 അല്ലേ. 32 ഡി ആണ്, ശരിയാണ്. ഇത് തെറ്റല്ലേ, ജനാധിപത്യമായിരുന്നു. 33 സി ആണ്. സി അതായത് 1ഉം 4ഉം എന്ത് ശരിയുള്ളതാണോ? ഇത് ബന്ധമില്ലാത്ത വസ്തുക്കളല്ലേ ചോദിച്ചേക്കുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 18 വയസ്സ് ബന്ധമുള്ളതാണ് 1ഉം 4ഉം. അപ്പോൾ ഇത് ക്യാൻസൽ ആവാൻ വഴിയുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ക്യാൻസൽ ആവും. ഇനി ഡി ഡി ടി പോലുള്ള കീടനാശിനികൾ 34 ഡി ശരിയാണ്. 35 എന്താ സി ശരിയാണ്. 36 ബി തന്നെയാണ് കേട്ടോ, അറ്റ്പാടി പഠിച്ചിട്ടുള്ളതാണ്. അറ്റ്പാടി കറക്റ്റാണ്. 37 സി ആണല്ലേ. ഹൈദരാബാദ് തോന്നിയിരുന്നു, കാരണം എവിടെയൊക്കെ വായിച്ചിട്ട് ഓർമ്മയുണ്ട്. NIIHMA ഹൈദരാബാദ് തോന്നിയിട്ട് കാര്യമില്ലല്ലോ. ചിലപ്പോൾ എക്സാം ഹോളാണെങ്കിൽ ചിലപ്പോൾ ഞാൻ കുത്തും, അത്രയ്ക്ക് കോൺഫിഡൻസ് ആണ് എക്സാം ഹോളിൽ പോകുമ്പോൾ. അതൊക്കെ ഞാൻ കുത്തിയേക്കും, കാരണം കേട്ടിട്ടുണ്ടോ ഞാൻ കുത്തിയിരിക്കും, ഉറപ്പാണ്. എന്തായാലും അതായിരുന്നു ആൻസർ. 38 ആണെങ്കിൽ ബി ആണ്. ബി പാർക്കിൻസൺസ് ആണ്. 39 ആണെങ്കിൽ ബി ആണ്, സോറിയാസിസ്. 40 എ ആണ്. എ കാൽഷ്യം, പൊട്ടാഷ്യം, ക്ലോറൈഡ്, സോഡിയം വരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഈ സ്ഥൂല ധാതുക്കളും അതുപോലെ മാക്രോ ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ട്. സൂക്ഷ്മധാതുക്കൾ, സ്ഥൂലധാതുക്കൾ മാക്രോ ന്യൂട്രിയൻസ്, സൂക്ഷ്മധാതുക്കളാണ് മൈക്രോ ന്യൂട്രിയൻസ്. അപ്പോൾ ഇതിനൊക്കെ നോക്കി വെക്കുക ഇതൊക്കെ എന്താണെന്ന്. അടുത്തത് സ്നേഹപൂർവ്വം ശരിയാണ്. 42 സി പാസ്കൽ നിയമം, അതാർക്കും അറിയത്തില്ല, ഇപ്പം എല്ലാവർക്കും അത് കാണപ്പെടാം. 43 എ ആണ്, വിക്രമാണ്. ഇനി 44 എ ആണ്, ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ആണ്. 45 സി ആണ്. സി 45 സി ആണോ? എങ്ങനെ വിസരണം എങ്ങനെയാവും കറക്റ്റ്? ഇതിലെന്തൊക്കെയോ കൺഫ്യൂഷൻ ഉണ്ട്. പ്രകാശരശ്മി ഒരു പ്രസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം പ്രകീർണനാണ് ശരിക്കും. പക്ഷേ പ്രസത്തിനകത്തിൽ പൂർണ്ണാന്തര പ്രതിഫലനം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തായാലും വിസരണം ആവത്തില്ല. വിസരിച്ചു പോകുമെന്ന് പറയുമ്പം പ്രകീർണനവും പൂർണ്ണാന്തര പ്രതിഫലനവും ആണ് വരേണ്ടത്. വിസരണം ആവാൻ ചാൻസ് ഇല്ല. 46 ബി. എന്തായാലും തെറ്റ് കൊടുത്തേക്കാം, പ്രൊഫഷണൽ അനുസരിച്ച് തെറ്റാണല്ലോ. 46 ബി വന്ദേ ഭാരത്. 47 ഡി ആണ്. 48 ഡി. യെസ്. 49 ബി. 50 എ ഓർഗാനിസം. 51 സി. 51 സിയോ? ക്രോമിയം തന്നെ? അതെ, ക്രോമിയാണോ ഏറ്റവും? ക്രോമിയം തന്നെയാണ് കേട്ടോ. ഞാൻ ഇത് ആദ്യമായിട്ട് വെക്കുക, പക്ഷെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹാർഡസ്റ്റ് മെറ്റൽ അത് ക്രോമിയാണ്. ക്രോമിയം സാന്ദ്രത കൂടുതലുള്ളത് ഓസ്മിയത്തിനാണ്. ഓക്കെ, ഞാൻ എന്തായാലും എനിക്കത് മാത്രമേ ഓർമ്മ വന്നുള്ളൂ, ഞാൻ അത് വെച്ചിട്ട് അലക്കിയതാണ്, തെറ്റിപ്പോയി. ഇനി 52 സി ആണ്. ഞാൻ പറഞ്ഞു അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗം, അത് വേറൊരു വിഭാഗമാണല്ലേ, ഫീച്ചർ ഫിലിം. ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്, ഇതിനാണ് ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ 2024 ഓസ്കാർ കിട്ടിയത് കേട്ടോ. ദ സോൺ ഓഫ് ഇൻട്രസ്റ്റിനാണ്. ഗബ്രിയേൽ മാർക്കോസിൻ്റെ ബുക്ക് ഏതാണ്? ഓപ്ഷൻ ബി അണ്ടിൽ ഓഗസ്റ്റ് ആണ്. 54 എ ആണ്. 55 ബി ആണ്. 56 സി ആണ്. സി ഇത് നമ്മുടെ വയലോപ്പള്ളീൻ്റെ ആണല്ലേ. ഋഷ്യശൃംഖനും അലക്സാണ്ടറും എഴുതിയത് വയലോപ്പള്ളിയാണ്. 57 എ ആണ്. 58 ഇത് അയ്യപ്പ പണിക്കറിൻ്റെ ആണല്ലേ. നമ്മുടെ ഏത് പുരസ്കാരമായിരുന്നു? സരസ്വതി സമ്മാനമൊക്കെ കിട്ടിയിട്ടുള്ള അയ്യപ്പ പണിക്കർ, അദ്ദേഹത്തിൻ്റെ ബുക്കാണ്, അല്ല വരികളാണ്. 59 എ ആണ്. 60 ബി ആണ്. 61 ബി ആണ്. 61 ബി ആണല്ലേ. എന്ത് ഫങ്ഷൻസ് ആണല്ലേ. ഓക്കെ, ഫങ്ഷൻസ് ആണ്. 62 സി ആണ്. 62 സിയാ? ഒന്ന് മാത്രമല്ലേ. 3 ഹബിനൊരു ഇൻപുട്ട് പോർട്ടും ഒരു ഔട്ട്പുട്ട് പോർട്ടും ആണുള്ളത്. അത് നോക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇവരുടെ ആൻസർക്ക് അനുസരിച്ച് സി ആണ് ഉത്തരം. ഒരു പോയിൻറ്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം 63 ബി. 64 ബി. 65 എ. 65 എയോ? ഏത് നിയമപ്രകാരമാണ് NHRC? NHRC എന്നാലും മനുഷ്യാവകാശ സംരക്ഷണ നിയമമാണോ?
ഓക്കെ, ഇതിൻ്റെ ആൻസർ നന്നായിട്ട് തെറ്റിപ്പോയി. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 കേട്ടോ. ഇതന്നെയാണ് ആൻസർ. എ ആണ് ആൻസർ. പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 93 അനുസരിച്ചാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സ്ഥാപിതമായത്. ശരിയാണ്. ഒരു പരാതിയുടെ അന്വേഷണം 66 ഡി ആണ്. ശരിയാണ്. 67 ബി ആണ് കേട്ടോ, വിഭാഗം 3-ലാണ്. 68 സി ആണ്. ശരിയാണ്. 69 ഡി ആണല്ലേ, 14-ലാണ് വരുന്നത്. ഇനി 70 ബിയോ? നോ, തെറ്റാണ് കേട്ടോ. 70 എ തന്നെയാണ് ആൻസർ. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ, അതിലേതാണോ ആദ്യം അത് തന്നെയാണ് ആൻസർ വരുന്നത്. പ്രൊവിഷണൽ അനുസരിച്ച് അവർ ബി ആണ് കൊടുത്തിരിക്കുന്നത്. ഇതും ചലഞ്ച് ചെയ്യാം കേട്ടോ. ഇത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ ഒന്നും അല്ല, 3 വർഷം 65 വയസ്സ് വരെ, ഏതാണോ ആദ്യം തന്നെയാണ്. ഇത് ചലഞ്ച് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ തന്നെയാണ്. ഒരു ഓപ്ഷൻ വേറെ ഇട്ട് തന്നിട്ടുണ്ട്. അടുത്തത് 71 ബി. ഞാൻ വേറെ വല്ല ക്വസ്റ്റ്യൻ പേപ്പറാണോ നോക്കുന്നത്? 71 ബി, 72 ബി, 71 എനിക്ക് തെറ്റിയോ? ബി ആണോ ആൻസർ? 10 ആൻസർ കിട്ടുന്നത്. ഒന്നുകൂടെ ചെയ്ത് നോക്കിയിട്ട് കൺഫേം ആക്കാമേ. 72 ബി ആണ്. സോറി, 70 ബി. 70 ബി അല്ല, 71 ബി ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം. ഇനി 73 ഡി, 74 എ, 75 ഡി, 76 ബി, 77 സി, 78 സി, 79 സി, 80 എ. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ചോദിച്ചിരിക്കുന്നത് 4 വർഷം മുമ്പ് റഹീമിൻ്റെയും രാമുവിൻ്റെയും റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരുന്നു. 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാവും. 2 വർഷം കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഈ പ്രസൻറ്റ് ഏജ് വെച്ചിട്ടാണ് 2 വർഷം കഴിയുമ്പോൾ എന്ന് പറയുന്നത്. എന്നാൽ രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഇത് 2 ഇത് 1 ആവുമ്പം 3:1 4:2 വരും. അപ്പോൾ 1 ഡിഫറൻസ്. അതാണ് ഏത്? എത്ര ഉണ്ട്? 4 വർഷം മുമ്പും പിന്നെ 2 വർഷം കൊണ്ട് മുമ്പ് 6 വരിക. ശരിക്കും 10 ആൻസർ വരുന്നത്. നിങ്ങൾ ചെയ്ത് 10 മീൻസ് ഇത് ഇൻറ്റു 6 ചെയ്യുമ്പോൾ 12 വരും. എന്നിട്ട് അങ്ങരുടെ ഇപ്പോഴത്തെ പ്രായമല്ല ചോദിച്ചിരിക്കുന്നത്. എന്നാൽ രാമുവിന് ഇപ്പോഴത്തെ വയസ്സ് എത്ര? 10 എനിക്ക് കിട്ടിയ ആൻസർ. നിങ്ങളത് കൺഫേം ചെയ്യുക കേട്ടോ. കൺഫേം ചെയ്തിട്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യുമോ എന്തെങ്കിലും ചെയ്തു കേട്ടോ. എന്തായാലും ഓപ്ഷൻ ഇവർ കൊടുത്തേക്കുന്നത് ബി ആണ്. ബി. ഇനി 81 സി ആണ്, 82 എ ആണ്, 83 എ ആണ്, 84 ബി ആണ്, 85 എ ആണ്, 86 ബി ആണ്, 87 സി ആണ്, 88 ഡി, 89 ഡി, 90 ഡി. ഓക്കെ. ഇനി 91 ഡി, 92 സി. 92 സി ആണോ? പ്രാചീനം എന്ന പദത്തിൻ്റെ വിപരീത പദമല്ലേ വെച്ചിരിക്കുന്നത്? പ്രാചീനം, അർവാചീനം. പ്രാചീനം, ആധുനികം. അറിയില്ല കേട്ടോ. അർവാചീനം എൻ്റെ ഒരു ഇതിൽ പ്രാചീനം എന്നുള്ളൊരു അർത്ഥമാണ് വന്നത്. നോക്കിയിട്ട് പറയാവേ അർവാചീനം വരുമോ എന്ന്. ഓക്കെ, ഞാൻ ഇതങ്ങ് ടിക്കറ്റ് കേട്ടോ. വീഡിയോ പോസാന്ന് ഓർത്തില്ല. എന്തായാലും 34 ഇതെല്ലാം ശരിയാണ് കേട്ടോ. അർവാചീനം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രാചീനത്തിൻ്റെ ഓപ്പോസിറ്റ് അർവാചീനം തന്നെയാണ്. അത് കൺഫേം ആണ്. പ്രാചീനത്തിൻ്റെ ഓപ്പോസിറ്റ് ഇത് അർവാചീനാണ്. പിന്നെ ബാക്കിയുള്ള നമ്മുടെ ശരിയാണ്. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ എത്ര എൻ്റെ മാർക്കെന്ന് ഞാനതിൽ കൂട്ടിയിട്ട് പറയാം കേട്ടോ. ഓക്കെ, ഞാൻ കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് 74 ശരിയേ ഉള്ളൂ. 14 നെഗറ്റീവ് വന്നിട്ടുണ്ട് എനിക്ക്. പക്ഷെ അതിൽ കുറച്ചൊക്കെ ക്യാൻസലായി പോകും കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്യാൻസലായി പോകും. 14 നെഗറ്റീവ് ഉണ്ടെന്ന് പറയുമ്പോൾ എത്ര നെഗറ്റീവ് വരും? ബൈ 3 ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എത്രയാണ്? 6.66 മാർക്ക് കുറയല്ലേ? ഓ മൈ ഗോഡ്, എന്താണോ ഇത്രയും കുറഞ്ഞത്? എൻ്റെ എക്സാം ഒക്കെ എഴുതിയപ്പോൾ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് പാടായിട്ടാണോ എന്നറിയില്ല. എന്തായാലും കുറഞ്ഞു. 33
4 5 6 എത്ര വരും 68.33 കേട്ടോ എനിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ കിട്ടിയത്. ഓക്കെ, ഇത് കാണുന്ന ആരെങ്കിലും നമ്മുടെ എക്സാം ഹാളിൽ പോയി എക്സാമൊക്കെ എഴുതിയ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ റേഞ്ച് ഓഫ് മാർക്ക് ഏതാണെന്ന് കമൻറ്റ് ചെയ്യട്ടോ. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും എത്ര മാർക്ക് ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കെന്തായാലും 68.33, അത് വലിയ കുറവായിട്ടല്ല ഞാൻ പറയുന്നത്. എന്നാലും എൻ്റെ കഴിഞ്ഞിട്ട് LDC ആണെങ്കിലും അതിന് മുന്നത്തെ LDC ഒക്കെ ആണെങ്കിലും വീട്ടിൽ ഇരുന്ന് ചെയ്ത് നോക്കുമ്പോഴും അവിടെ നിന്ന് ചെയ്തപ്പോൾ എനിക്ക് 70 റേഞ്ചൊക്കെ വന്നിരുന്നു. പക്ഷേ ഇതിപ്പോൾ എന്താ 68.33 ഉള്ളൂ. എന്തായാലും ഇതിൽ ക്യാൻസലായി പോകുന്ന ക്വസ്റ്റൻ ഉണ്ട്, എന്നാലും ഞാൻ പറയുകയാണ് ഇത്രേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഓൾറെഡി ക്ലാസ് റൂമിൽ നിന്ന് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഓക്കെ. ഞാൻ എന്തായാലും വീഡിയോസ് അടുത്തായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഏത് കോച്ചിങ് സെൻറ്ററിലാണ് പഠിച്ചത്, ഞാൻ എങ്ങനെ തുടങ്ങി, തുടക്കക്കാർക്ക് എങ്ങനെ തുടങ്ങാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പോയതിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ഇരിക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്തായാലും 2 ദിവസത്തിനൊക്കെ ആ വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിരിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ.